1000 മാസത്തേക്കാൾ ഇബാദത്തിന്റെ കൂലി റമദാൻ മാസത്തിലുണ്ട്. 1000 മാസമല്ല, 1000 മാസത്തേക്കാൾ. ഒരു വിശാലമായ ഹദീസ് അല്ലാഹു റസൂൽ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. ഞാൻ ഹദീസ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നില്ല. അതിന്റെ ആ ഉൾഹാസിൽ അതിന്റെ ഷോർട്ട് അത് നിങ്ങളോട് പറഞ്ഞു തരിക. ഈ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള ജനത്തിന്റെ ആയുസ് നബിത്തങ്ങൾ പഠിപ്പിച്ചു തരിക 1000ന്റെ മുകളിലാണ്. ശ്രദ്ധിക്കണം കേട്ടോ. പറഞ്ഞാലേ നൂഹ് നബിയുടെ മോനെ വിളിച്ചിട്ട് ഉള്ള നിനക്ക് എത്ര വയസ്സായി? എനിക്കിപ്പോ 8818 ആയി വയസ്സിലേരെ 19ലേക്ക് കടക്കുക. 8818 നൂഹ് നബിയുടെ ഇറക്കം പറഞ്ഞായി പറഞ്ഞ ആയുസ്. അവിടെ നിങ്ങോട്ട് വന്നാൽ നൂഹ് നബിക്ക് ശേഷം ഈസാ നബി വരെയുള്ളതായ ജനത്തിന്റെ ആയുസ് ചോദിച്ചാൽ 100ന്റെ മുകളിലാണ്. എന്നാ ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോനെ വിളിച്ചാൽ എത്ര വയസ്സായി നിങ്ങൾക്ക്? എനിക്കിപ്പോ 818 കഴിഞ്ഞു, 19ലേക്ക് കിടക്കണം. 100ന്റെ മുകളിലാണ്. അങ്ങനെയല്ല, 1000ന്റെ മുകളിലാണ്. ഈ സമൂഹത്തിന്റെ ആയുസ് എത്രയാണെന്നറിയോ? ബൈന സിത്തീന വ സബഈൻ ഔ കമാ ഖാല റസൂലുള്ളാഹി. നമ്മുടെ ആയുസ് 60ന്റെയും 70ന്റെയും ഇടയിലാണ്. എന്റെ മാവിലെ നിങ്ങൾ ഈ മാതിരിയുള്ള വിവരക്കേട് പറയാതിരിക്കും. ഈ കാക്കാക്ക് 75 വയസ്സായി, എന്നിട്ടാണ് 60ന്റെ 70ന്റെ ഇടയിൽ. ഇടങ്ങാതി അത് അസാധാരണമായിട്ടുള്ളതാ. 100ന്റെ മുകളിൽ പ്രായമുള്ളൊരു കാക്ക അവിടെ മരിച്ചു എന്നിരിക്കട്ടെ. താത്ത അന്തരമ കാക്ക മരിച്ചു എന്നല്ല, പേപ്പറിൽ ഹെഡിങ് തന്നെ 102ാം വയസ്സിൽ നിര്യാതനായി. അത് മുകളിൽ എഴുതും, എന്നിട്ടാണ് അടിയിൽ ഫോട്ടോ വെച്ചിട്ട് അന്തരമ. കാരണം എന്താ, അത് സാധാരണ അവിടെ പാടല്ല. 100ന്റെ മുകളിലേക്ക് പോക്ക്. ശരാശരി നിമിത്തങ്ങൾ പറയുന്നു 60ന്റെയും 70ന്റെയും ഇടയിലാണ്. ഈ 60ന്റെയും 70ന്റെയും ഇടയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരു 15 വയസ്സ് വരെ കുട്ടിപ്രായം പോയി. ഒരു 65 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരനോ സഹോദരിയോ അവർക്ക് 15 വയസ്സ് കുട്ടിപ്രായം കഴിഞ്ഞാൽ പിന്നെ എത്ര വയസ്സ് കിട്ടി? 50 വയസ്സ് കിട്ടി. ഈ 50 വയസ്സുള്ള ഈ ഇരിക്കുന്ന അബ്ദുറഹ്മാൻ അല്ലെങ്കിൽ ആയിഷ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് ചെല്ലുമ്പോൾ 1000 കൊല്ലത്തിന്റെ മുകളിൽ ജീവിച്ചവര്, 100 കൊല്ലത്തിന്റെ മുകളിൽ ജീവിച്ചവര് തമ്പുരാനോട് പറയുന്നു, റബ്ബേ ഇവരെ കടത്തുന്നതിന് മുമ്പ് സ്വർഗത്തിലേക്ക് പ്രവേശനം തരേണ്ടത് ഞങ്ങൾക്കാണല്ലോ. ഞങ്ങൾ 1000 കൊല്ലത്തിന്റെ മുകളിൽ ജീവിച്ചതാ, ഞങ്ങൾ 100 കൊല്ലത്തിന്റെ മുകളിൽ നിനക്ക് ഇബാദത്തെടുത്തതാ. പടച്ച തമ്പുരാൻ പറയുന്നു, ഈ ആശായും അബൂബക്കറും ഉണ്ടല്ലോ, ഇവർ 50 കൊല്ലമായി ഭൂമുഖത്ത് ജീവിച്ചതെങ്കിലും 50 കൊല്ലം ഇവർക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടിയവരാ. എന്താ ലൈലത്തുൽ ഖദ്ർ? 1000 മാസത്തേക്കാൾ ഇബാദത്തിന്റെ പവറുള്ള രാത്രി. നേരെ ഖുർആനാ ഞാൻ പറയണത്. ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഒരു സംഗതി ഇവർക്കുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ടായി. ഓരോ കൊല്ലവും ലൈലത്തുൽ ഖദ്ർ കിട്ടിയ അബ്ദുറഹ്മാനായത്, ഓരോ കൊല്ലവും ലൈലത്തുൽ ഖദ്ർ കിട്ടിയ ആയിഷയായത്. ഈ ആയിഷക്കും ഈ അബൂബക്കറിനും ഈ 50നെ 1000 കൊണ്ട് ഗുണിച്ചാൽ 1000-നേക്കാൾ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഖൈറും മിൻ അൽഫി ശഹർ. ഇനി 1000 തന്നെ വെക്ക്. 1000 ആണെങ്കിലും 50നെ 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ ആദം നബിയേക്കാളും മുകളിൽ പോയി. ശ്രദ്ധിക്കണ്ടോ നിങ്ങള്? അപ്പൊ 1000 മാസത്തേക്കാൾ ഇബാദത്ത് ഈ പാർട്ടിക്കാർക്ക് കിട്ടിയെങ്കിൽ 50 ലൈലത്തുൽ ഖദ്ർ കൊണ്ടിട്ട് 50 വർഷം കൂടെ ജീവിച്ചവർക്ക് 50 ലൈലത്തുൽ ഖദ്ർ കിട്ടിയെന്ന് അല്ലാഹു തആല പറയുന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ ഈ ഒരു ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ദിവസത്തിന് 1000 മാസത്തേക്കാൾ ഇബാദത്തിന്റെ കൂലി കിട്ടുന്നത്? അത് പടച്ചോൻ തന്നെ പറയാ, തനസ്സലുൽ മലായികത്തു വറൂഹ്. ആ രാത്രിയിലാണ് പ്രവാചകന്മാരുടെ അടുക്കൽ മാത്രം പോകാൻ അല്ലാഹു തആല അനുമതി കൊടുത്ത മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഒരാള് 1000 മാസം നിസ്കരിക്കണമെങ്കിൽ എത്ര നിസ്കാരം നിസ്കരിക്കണം, എത്ര ദുആ ചെയ്യണം, അങ്ങനെ 1000 മാസം ചെയ്യാനുള്ള ഒരാൾക്ക് ചെയ്യാനുള്ള ഇബാദത്ത് ചെയ്യാനുള്ള അത്രയും മലക്കുകൾ.
ജിബ്രീലിന്റെ കൂടെ വാനലോകത്ത് ഇറങ്ങുന്ന മലക്കുകളെ പറഞ്ഞേ. ഈ മലക്കുകളുടെ വ്യൂഹം, മലക്കുകളുടെ കൂട്ടം ജിബ്രീലിന്റെ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ നബിയുടെ അടുത്ത് മാത്രം പോകാൻ അള്ളാഹു അനുവാദം കൊടുത്ത മലക്കാണ് ഈ ചെമ്പരക്കയിലെ പാവപ്പെട്ട അബ്ദുൽക്കാരന്റെ വീട്ടിൽ വരാൻ പോണത്, പാവപ്പെട്ട ഐഷയുടെ വീട്ടിൽ വരാൻ പോണത്. ഇങ്ങനെ വന്നിട്ട് ഈ മലക്കുകളുടെ കൂട്ടം എന്താ ചെയ്യാൻ നബി തങ്ങൾ പഠിപ്പിക്കുന്നു. അവര് നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് നിങ്ങളോടൊപ്പം അവർ നമസ്കരിക്കുകയാണ്. അവർ നിസ്കരിക്കുന്നതിന്റെ കൂലി നിങ്ങൾക്ക്, അവര് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ നിങ്ങളോടൊപ്പം തൗബ ചെയ്യുകയാണ്, അതിന്റെ കൂലി നിങ്ങൾക്ക്. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ നിങ്ങളുടെ ദുആക്ക് അവർ ആമീൻ പറയുകയാണ്, അതിന്റെ കൂലി നിങ്ങൾക്ക്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മയിലും അവർ പങ്കാളികളാവും. ഇത് ഏതുവരെ നിൽക്കുന്നറിയോ? കിഴക്ക് വെളുക്കുന്നത് വരെ. കിഴക്കങ്ങോട്ട് വെളുത്താൽ ജിബ്രീൽ അലൈഹിസ്സലാം വിളിക്കും, യാ മആശറൽ മലായിക, എന്നോടൊപ്പം മുകളിൽ നിന്നിറങ്ങിയ മലക്കുകളെ, അർറഹീൽ അർറഹീൽ, മടങ്ങിക്കോ മടങ്ങിക്കോ. ഇങ്ങനെ മലക്കുകൾ ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് മടങ്ങിപ്പോകുമെന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, മലക്ക് ജിബ്രീലേ അലൈഹിസ്സലാം, നിങ്ങളും പാർട്ടിയും അങ്ങനെ മടങ്ങി പോകുമ്പോ ഈ ഉമ്മത്തിന്റെ അവസ്ഥ എന്താ? എനിക്ക് അതാ അറിയേണ്ടതുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അഫാ അൻഹും വഗഫറ ലഹും നബിയേ, ദുആ ചെയ്ത എല്ലാവരുടെയും ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് നബിയേ. മാപ്പ് ചോദിച്ചവർക്കെല്ലാം മാപ്പ് കൊടുത്തിട്ടുണ്ട് നബിയേ. തൗബ ചെയ്തവരെയെല്ലാം തൗവാബീങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നബിയേ. ഇല്ലാ മൻ അർബഅ മിൻഹും, 4 സ്വഭാവക്കാർക്കൊഴികെ. അവരും പട്ടിണി കിടന്നതാ, അവരും തഹജ്ജുദ് നിസ്കരിച്ചതാ, അവരും തറാവീഹ് നിസ്കരിച്ചതാ, അവര് ഖുർആൻ ഓതിയതാ, അവര് നോമ്പ് തുറ നടത്തിയതാ, അവര് വാരിക്കോരി സദഖ ചെയ്തതാ. പക്ഷേ അവരുമായിട്ട് ഞങ്ങൾ സമ്പർക്കം പുലർത്തിയിട്ടില്ല നബിയേ. 4 പാർട്ടിക്കാരെ തള്ളിക്കളഞ്ഞു എന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ. ഇതിങ്ങനെ നബിത്തങ്ങൾ സഹാബാക്കളോട് അങ്ങോട്ട് പറഞ്ഞപ്പോ സദസ്സിൽ നിന്ന് ചാടി എഴുന്നേറ്റു, മൻഹും യാ റസൂലല്ലാഹ്. റമദാൻ മാസത്തിൽ ഇങ്ങനെ പട്ടിണി നടന്നിട്ട് തറാവീഹ് നിസ്കരിച്ചിട്ട് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് ഖുർആൻ ഓതിയിട്ട് വാരിക്കോരി സദഖ കൊടുത്തിട്ട് നോമ്പ് തുറ നടത്തിയിട്ട് ഈ ലൈലത്തുൽ ഖദർ കിട്ടാത്ത നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളും ആരാണ് നബിയേ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നു, ഒന്നാമത്തെ സ്വഭാവക്കാര്. 4 സ്വഭാവമാണ് അല്ലാഹു റസൂൽ വിവരിച്ചത്. മനസ്സിലായോ? ഇവിടെ ശ്രദ്ധിച്ച കാര്യം പറഞ്ഞു മനസ്സിലായോ? നമ്മള് റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കണ എന്തിനാ? ലൈലത്തുൽ ഖദർ കിട്ടാനാ. ലൈലത്തുൽ ഖദർ എന്നാ ഒരാൾക്കും അറിയില്ല, ഒരാൾക്കും അറിയില്ല. നബി തങ്ങൾ പറഞ്ഞ ഹദീസ് കാണാം, റമളാന്റെ അവസാനത്തെ 10 ആകാം, പ്രതീക്ഷിച്ചോളാനേ പറഞ്ഞേ. ഇപ്പൊ ഞാനൊരു റമദാൻ ഒരു പിന്നെ 15 നിങ്ങളുമായിട്ട് വർത്താനം പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞ എങ്ങനെയായിരിക്കുമല്ലോ, 15 ദിവസം പോയി. നബി തങ്ങൾ പ്രതീക്ഷിക്കാൻ പറഞ്ഞ അവസാനത്തെ 10 അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുക, നിരാശപ്പെടല്ലേ, അങ്ങനെ പറയുള്ളൂ. റമദാൻ 21 തീരാൻ പോട്ടോ. ഒറ്റയിട്ട് രാത്രി പ്രതീക്ഷിക്കാനാണ് നബി തങ്ങൾ പറഞ്ഞത്, അവസാനത്തിലേക്ക് എത്തി. ഇവിടെ ഒന്നും നബി പറഞ്ഞത് ഇന്ന ഡേറ്റ് ആണ് ഇല്ല. നമ്മൾ റമദാൻ മാസത്തിൽ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ലൈലത്തുൽ ഖദർ കിട്ടാനാ, വേറെ ഒന്നും നമ്മുടെ ലക്ഷ്യമല്ല. ഈ കിലോ തെങ്ങന്തൈ ഇത് വച്ചേക്കണ ഉസ്മാനോടൊന്ന് ചോദിച്ചത്, എന്തിനാടാ ഉസ്മാനെ വച്ചേക്കണേ? എന്റെ മാവിലാരെ പല്ലു കുത്താൻ ഈർക്കിളി ഇല്ലാത്തോണ്ട് ഈർക്കിളിക്ക് വേണ്ടി വെച്ചേക്കണ പറയോ? അല്ലെങ്കിൽ ഉസ്മാനെ, ഓ ഇത് എന്തിനാടാ വെച്ചേക്കണേ? എന്റെ മുസ്ലിയാരെ പിന്നെ വെള്ളം ചൂടാക്കണ ചൂട്ടില്ല ഓല, അപ്പൊ അതുകൊണ്ട് ഓലയ്ക്ക് വേണ്ടി വെച്ചേക്കണ പറയോ? എന്റെ വൈലാര എന്റെ പുള്ള ഒരു ആമ്പുള്ള മൂത്ത പുള്ള, ആ പുള്ള ഒരു 25 കൊല്ലം കഴിയുമ്പോൾ ഒരു വീട് പണിയണേ. അപ്പൊ അവനൊക്കെ കട്ടിലേം ചെല്ലേന്റെ മരം ഉണ്ടാക്കാൻ വേണ്ടി തെങ്ങിന്തടിക്ക് വേണ്ടിട്ട് വെച്ച് വളർത്തേക്കണാണ് പറയോ? എന്തിനാണ് ഉസ്മാനായി തെങ്ങ് വെച്ചേക്കണേ? തേങ്ങ അല്ലാണ്ട് വേറെ എന്തുട്ടാ? അപ്പൊ ഓലയോ ഈർക്കിളിയോ മടലോ തടിയോ കോഞ്ഞാട്ടയോ ചിരട്ടയോ ചകിരിയോ ഇതൊക്കെ തെങ്ങ് വളർന്നു വരുമ്പോ സ്വാഭാവികമായിട്ട് കിട്ടണ സാധനങ്ങളാ. നമ്മൾ അതിനു വേണ്ടി അല്ല തെങ്ങ് വെച്ചാൽ അതൊക്കെ സ്വാഭാവികമായി കിട്ടുകയാണ്.
റമദാൻ മാസത്തിലെ നോമ്പ് കൊണ്ട് നിന്റെ കണ്ണ് നന്നാക്കണം, കാത് നന്നാക്കണം, നാക്ക് നന്നാക്കണം, ഇതര അവയവങ്ങൾ നന്നാക്കണം. തങ്ങൾ പഠിപ്പിച്ചേക്കുന്നതാ. പട്ടിണി എടുക്കൽ മാത്രമല്ല നോമ്പ്, അവയവങ്ങളൊക്കെ നന്നാക്കണം. അവയവങ്ങളെ നന്നാക്കലാണോ നമ്മുടെ ലക്ഷ്യം? അല്ല. ലൈലത്തുൽ ഖദറിന് വേണ്ടി നമ്മൾ പണിയെടുക്കുമ്പോൾ നാവ് നന്നാകുന്നു, കാത് നന്നാകുന്നു, കൈകാലുകൾ നന്നാകുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുവാണ്. നമ്മുടെ ലക്ഷ്യം എന്താ? ഒരു മാസക്കാലം റമദാൻ 1 മുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലൈലത്തുൽ ഖദറാണ്. അത് കിട്ടാത്ത 4 വിഭാഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ സ്വഭാവക്കാരാരാന്ന് ഞാൻ നമ്മോട് പറഞ്ഞു തരുക. ഈ സ്വഭാവം നിങ്ങളിലുണ്ടെങ്കിൽ പടച്ചോനോർത്ത് നിങ്ങൾ ഇടയത്താഴം കുടിക്കണ്ട, നിങ്ങൾ തറാവീന് പോകണ്ട, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണ്ട, നിങ്ങൾ സദക്ക കൊടുക്കണ്ട, നിങ്ങൾ നോമ്പ് തുറ സംഘടിപ്പിക്കണ്ട. റമദാൻ 1 മുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലൈലത്തുൽ ഖദറാണ്. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ജിബ്രീലും പാർട്ടിയും നമ്മുടെ വീട്ടിലേക്കൊക്കെ കയറി വരും. മാവേലിയുടെ കാര്യമല്ലേ പറഞ്ഞേ? അതിവിടുത്തെ കുമാരനെ വിളിച്ചു ചോദിച്ചോ, കുമാരൻ ചോനെ, ഈ മാവേലി ഇവിടെ വന്നു ചവിട്ടി താത്തി എന്നൊക്കെ പറയണ്ടല്ലോ കുമാര, അതെങ്ങനെയത്? എന്റെ കുഞ്ഞമ്മതെ ചുമ്മാ സങ്കല്പം. അതൊക്കെ എന്റെ ബാവിലാരെ ആ കാര്യം അല്ലെങ്കിൽ ഞങ്ങൾ ഈ ചെമ്പറക്കിയിലും പരിസരത്തൊക്കെ താമസിക്കാൻ വേണ്ടിട്ട് കൊല്ലങ്ങളായി. ഇതേവരെ ഈ പറഞ്ഞ ജിബിരിയിലൊന്നും ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നു ഞാൻ കണ്ടിട്ടില്ല. തേരും കയറി വന്നു. വലിയൊരു പറയണേ എല്ലാവരും ഇപ്പൊ വീട്ടിൽ കൂടെ കയറി വരും, ഞങ്ങളുടെ വീട്ടിൽ കൂടെ വരും, അബൂബക്കറിന്റെ വീട്ടിൽ വരും, ഐഷയുടെ വീട്ടിൽ വരും. ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ടില്ല അല്ലേ? ഇല്ല. നീയേ ബാപ്പായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വാപ്പാടെ കണ്ണിങ്ങനെ നെറുകയിലേക്ക് കയറുവാണ്. വാപ്പാടെ വായി തുറക്കണു, വായിനെ നടക്കുന്ന ഒരേം പതേ മഞ്ഞു. അപ്പം മറിഞ്ഞു. നീ ഓടി. ജിബ്രീൽ വന്നില്ല എന്നല്ലേ പറഞ്ഞ വീട്ടില്? ഇത് ശ്രദ്ധിച്ചോ? നീ ഓടി ബാവുലാരുടെ അടുത്തേക്ക്, ബാവുസ്താദേ എന്തിയാടാ വാപ്പിച്ചി മറിഞ്ഞു ആടി ഉസ്താദേ. വാപ്പിച്ചി മറിഞ്ഞാൽ ആശുപത്രി കൊണ്ടാണ് നീ ഇവിടെ ഒന്നിനെ ഇറക്കാം. അല്ല ഉസ്താദ് ഒന്ന് വാ ഉസ്താദേ, ഒന്നും കൂടി വാ. അങ്ങനെ ഞാൻ ചെന്ന് നോക്കിയപ്പോണ്ട് അത് തൂങ്ങി ചത്തോ മറി കിടക്കണാരി ഇങ്ങനെ കിടക്കേ മനുഷ്യൻ. കണ്ണൊക്കെ ഇങ്ങനെ തുറന്ന് ഞാൻ എൻ്റെ ഈ പെരുവരലെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുലുക്കിപ്പോണ്ടാ ഇവിടം വരെ അനങ്ങുക. ഞാൻ പറഞ്ഞു, എടാ മോനെ എന്തിയ അവസ്ഥാതെ, നിന്റെ വാപ്പ മരിച്ചൂടാ. ഈ ഒച്ചപ്പാടുണ്ടാക്കല്ലർക്ക, നമ്മളെല്ലാവരും മരിക്കാനുള്ളതാണ്. ബാപ്പ നേരത്തെ മരിച്ചു, നീ സമാധാനപ്പെട്. നീ ഒച്ചപ്പാടും ലഹള ഉണ്ടാക്കാണ്ടേ. നിന്റെ ആ ചൂണ്ടുവരലും കൊണ്ട് വാപ്പാടെ കണ്ണ് തുറന്നിരിക്കണോ? ഇങ്ങനെ തിരികി വാപ്പാടെ ആ കണ്ണ് നമ്മൾ അടച്ചടാ. ഉസ്താദേ എനിക്ക് പേടിയാവോ ഉസ്താദേ. എന്നാ ഞാൻ തിരുമ്മിക്കോളടാ പോത്തെ. ഞാൻ ഇങ്ങനെ ചെന്നിരുന്ന് തിരുമുവാണ്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞടാ, ആ കാലിന്റെ പെരുവരിൽ രണ്ടും കൂടെ ഒരു തുണി കഷ്ടെടുത്തിട്ട് ഇങ്ങനെ അവിടെ കൂട്ടികൾ കെട്ടിക്കേടാ. എനിക്ക് പേടിയാവോ ഉസ്താദേ. എന്നാ ഞാൻ കെട്ടിക്കോളടാ ഹന്നാലി, നീ കെട്ടണ്ട. ഞാനിങ്ങനെ പെരുവരല് കെട്ടിയതിന്റെ ശേഷം കാലിന്റെ വിരലിങ്ങനെ ഇട്ട് അഴക്കുവാണ്. അപ്പൊ പറഞ്ഞടാ, നീ ആ കൈയുടെ വിരലൊക്കെ ഇങ്ങനെ അഴിച്ചടാ. എനിക്ക് പേടിയാവോ ഉസ്താദേ. എന്നാ ഞാൻ അഴിച്ചോളടാ കഴുതേ. എന്തു ചെയ്താലും ബാപ്പാനെ തൊടൂല. നീ എന്താടാ പേടിക്കണത്? ബാപ്പാക്ക് 100 തലയുണ്ടായ, ബാപ്പാക്ക് 16 കൈയുണ്ടായ, പാപ്പാക്ക് 10 മൂക്കുണ്ടായ, ഇതൊന്നും ഉണ്ടായില്ല. പിന്നെ എന്തിനാടാ നീ പേടിക്കണത്? വാവുസ്താദേ വാപ്പ മരിച്ചുപോയി. വാവുസ്താദേ മരിച്ചോടാ? ഉസ്താദേ എങ്ങനെയാടാ മരിച്ചത്? വാപ്പാടെ റൂഹ് പോയി ഉസ്താദേ. റൂഹ് എങ്ങോടാടാ പോയത്? അസ്രായിൽ കൊണ്ടുപോയി ഉസ്താദേ. അപ്പൊ അസ്രായിലൂടെ വന്നോടാ? വന്നു വാവുസ്താദേ. എതിലെയാടാ അസ്രായിൽ വന്നത്? ആവോ ഇതെന്തൊട്ട് പോത്ത ഇത്? എന്നാ മുമ്പോസ്തോടെ അസ്രായിൽ വന്നെന്ന് പറയണ. അത് പറയാൻ പറ്റൂല. അസ്രായിലൂടെ വന്നോടാ ഉസ്താദേ. എന്നിട്ട് പോയോടാ? പോയി ഉസ്താദേ. എതിലെയാടാ അസ്രായിൽ പോയത്? വന്നത് മുമ്പോസ്തോടെ വന്നു, പോയത് പുറകോസ്തോടെ പോയി. അങ്ങനെ പറ, അറിയാൻ പാടില്ല ഉസ്താദേ. അപ്പൊ അസ്രായിൽ വന്നു പോയി എന്നതിന്റെ തെളിവെന്താടാ? കിടക്കണ ഉസ്താദേ, തേക്കും തടി വെട്ടിയിട്ടോ വാപ്പാ. അത് തെളിവ്, വന്നുപോയെന്നുള്ളതിന്റെ തെളിവ്. ഇതുപോലെ ജിബ്രീൽ വന്നത് കാണൂല, ജിബ്രീൽ പോണത് കാണുകയില്ല.
വന്നു പോയി എന്നതിന്റെ തെളിവുകൾ ഹദീസുകളിലും തഫ്സീറുകളിലും കാണുന്നുണ്ട്. അതായത് പരിശുദ്ധമായ മാസത്തിൽ അള്ളാന്റെ അദാബിനെ സംബന്ധിച്ച് ചിന്തിച്ച് നീ കൈവെക്കുമ്പോഴേക്കും നിന്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകുകയാണ്. ജിബ്രീലുമായി നീ മുസാഫഹത്ത് ചെയ്തു എന്നതിന്റെ ഒരു സിഗ്നലാണ്. നീ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ, പടച്ചവനെ നിന്റെ റഹ്മത്ത് എന്ന് ആലോചിക്കുമ്പോൾ നിന്റെ ശരീരം ഒന്നടങ്കം രോമാഞ്ചമാകുകയാണ്. ഇങ്ങനെ പല സിഗ്നലുകളും അടയാളങ്ങളും ഹദീസിന്റെ വിശദീകരണങ്ങളിലും വ്യാഖ്യാനങ്ങളിലും ഒക്കെ കാണാൻ ബഹുമാനികളാണ്. നമുക്കാർക്കും കാണാൻ പറ്റണതല്ല ജിബ്രീലിന്റെ വരവ്. ജിബ്രീൽ വരും, അലൈഹിസ്സലാം പോകും. മനസ്സിലായോ? ഇങ്ങനെ വന്നിട്ട് നമുക്ക് കിട്ടുന്ന നേട്ടം എന്താ? മഹാന്മാരായ മുൻഗാമികളെക്കാൾ നമുക്ക് പദവി കയറുകയാണ്. നബിയുടെ മോളിൽ പോയി ഇബ്രാഹിം നബിയുടെ മോളിൽ പോയി നമുക്ക് ഈ ഭാഗത്ത് കുറവാ. പക്ഷെ ഈ മാസം കൊണ്ടിട്ടാണ്, ഈ ദിവസം കൊണ്ടാണ് നമ്മൾ അത് നേടിയെടുക്കുന്നത്. അതേത് ദിവസവും ആകാം. റമദാൻ 1 മുതൽ റമദാൻ 30 വരെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ലൈലത്തുൽ ഖദറിനെയാണ്. കിട്ടാത്ത 4 വിഭാഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ പറഞ്ഞതനുസരിച്ച് സഹാബാക്കളോട് പറയാൻ, നോമ്പ് ലഭിക്കാത്ത ആളുകൾ ഒന്നാമത്തേത്, അതായത് ലൈലത്തുൽ ഖദർ കിട്ടാത്ത പാർട്ടി ഒന്നാമത്തേത് മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. തീരുമാനമെടുത്തോ കേട്ടോ. നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യമായ ലക്ഷ്യം ഇതാ, നിങ്ങൾക്ക് ഇൽമുണ്ടാക്കി തരിക. വെറുതെ ഞാനിത് പറഞ്ഞിട്ടുണ്ടാവും മാനികളെ, ഞാൻ ചെയ്യൂലെങ്കിൽ വെറുതെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാനികളെ, നിങ്ങൾ നടപ്പിലാക്കൂല്ലെങ്കിൽ അത് നാഫിയയിലുമല്ല. നിങ്ങളിത് ഒരാളിൽ നടപ്പിലാക്കാൻ തയ്യാറായാൽ ഇതിന്റെ ഭാരവാഹികൾ രക്ഷപ്പെട്ടു, ഇമാമ് രക്ഷപ്പെട്ടു, ഉസ്താദ് രക്ഷപ്പെട്ടു, എല്ലാവർക്കും അറിയാം. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ വേണമെന്നുള്ള താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം വന്ന സംഗതി മോശാവുന്ന. നന്മ ഉപദേശിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങളിൽ ഇല്ലെങ്കിൽ, ലയുസല്ലിത്തന്നല്ലാഹു അലൈക്കും ശിറാറക്കും വയസൂമൂനക്കും സൂഅല്ലദാബ് ഔ കമാ ഖാല റസൂലുള്ളാഹി. നിങ്ങളുടെ ഇടയിൽ നിന്ന് ഏറ്റവും വലിയ ധിക്കാരിയെ പടച്ചോമ്പരാൻ നിങ്ങളുടെ മേൽ ഭരണാധികാരിയാക്കി കൊണ്ടുവരും. ആ ഭരണാധികാരി ലോകത്തൊരു മതവിഭാഗങ്ങളും അനുഭവിക്കാത്ത ദുരിതങ്ങളെ കൊണ്ടും വേദനകളെ കൊണ്ടും നിങ്ങളെ വേദനിപ്പിക്കും, ദുരിതപ്പെടുത്തും എന്ന് നബിയുനാ റസൂലുള്ളാഹി. മതത്തിന്റെ പേരിൽ അധികാരം, ജാതിയുടെ പേരിൽ അധികാരം. ഉമാനികളെ, ഒരിക്കലും അത് വരാൻ പാടില്ല. നിങ്ങളൊക്കെ ദുആ ഇറക്കണം കേട്ടോ. നിങ്ങളുടെയൊക്കെ തഹജ്ജുദിന് ദുആ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യണം. ദുആ കൊണ്ടിട്ട് അല്ലാഹു തആല കാര്യങ്ങൾ നടത്തി തരുള്ളൂ. ലാ യറുദ്ദുൽ ഖളാ ഇല്ലാ ബിദ്ദുആ ഔ കമാ ഖാല റസൂലുള്ളാഹി. നിങ്ങൾ പടച്ചവനോട് ദുആ ഇറക്കട്ടോ, അപ്പോഴേ കാര്യങ്ങൾ അല്ലാഹു തആല നടത്തി തരുള്ളൂ. പടച്ചവനോട് ദുആ ചെയ്യേണ്ട അനിവാര്യമായ കാലഘട്ടത്തിലപ്പോൾ നിൽക്കുന്നു. ഇന്ത്യ രാജ്യത്തെ ഹിന്ദുക്കളും ഇന്ത്യ രാജ്യത്തെ ക്രിസ്ത്യാനികളും ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളും കൂടി ഒരുമിച്ചുകൂടി ഈ മതഭ്രാന്തിനെ അവസാനിപ്പിക്കണം. മനസ്സിലായോ? ഇത് മതഭ്രാന്താണ് ഈ കാണുന്നത്. മത തീവ്രവാദം എന്നൊക്കെ പറയാം. അതിന് ആരാ എതിർക്കേണ്ടത്? ആരെങ്കിലും ഒരാളല്ല. ഇന്ത്യ രാജ്യത്തെ ഹിന്ദുക്കൾ, ഇന്ത്യ രാജ്യത്തെ ക്രിസ്ത്യാനികൾ, ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആള് അബ്ദുറഹ്മാന, അബ്ദുൽ ഖാദിര, മുഹമ്മദ് കുട്ടിയ? അല്ല. നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു മഹാനായ മനുഷ്യനാണ് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. ആ മനുഷ്യൻ ഒരാഴ്ച മുമ്പ് ഒരു വർത്താനം പറഞ്ഞ് നിങ്ങൾ കേട്ടായിരുന്നോ? ബാബരി മസ്ജിദിന്റെ തർക്കഭൂമിയാകുന്ന 1067 ഏക്കർ സ്ഥലം അത് പൂജ നടത്താൻ വിട്ടുതരണം. അത് മതഭീകരവാദിയുടെ ഡിമാൻഡാണ്. കീഴ്ക്കോടതിയിൽ ഞാൻ ആ ഹർജി കൊടുത്തിട്ട് ശിക്ഷയടക്കം തള്ളിയിരിക്കുകയാണ്. 5 ലക്ഷം കണ്ട് ശിക്ഷ അയക്ക് വിധിച്ചു. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ചോദിച്ച ചോദ്യം നിങ്ങൾ കണ്ട? ഈ രാജ്യത്ത് മനുഷ്യനെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ലേ? ആരാണ് ആ മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ ചോദിപ്പിച്ചത്? എന്നിട്ട് പറഞ്ഞു, കീഴ്ക്കോടതി വിധിച്ചതെല്ലാം ശരിയാണ്, 1 ലക്ഷം പിഴ കെട്ടിക്കോ, കേസ് തള്ളി. ഉണ്ടായതല്ലേ? ആരാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത്? ആ പറയിപ്പിച്ചവന്റെ പേരാണ് അല്ലാഹ്.
നിങ്ങളുടെ ജീവിതത്തിന് തിരുത്തൽ വരാൻ നിങ്ങൾ തയ്യാറില്ലെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്തൂല. നേരെ ഖുർആനല്ലേ, ഒരു തെമ്മാടി ധിക്കാരി അവന്റെ ധിക്കാരം കൊണ്ട് ഇവിടത്തെ നിരപരാധികളെയും സാധുക്കളെയും കൊന്നൊടുക്കുകയാണെങ്കിൽ അവനെ അതേ നാണയത്തിൽ തന്നെ അല്ലാഹു തആല നേരിടുന്നതാണ്. അതല്ലേ ഇപ്പൊ കണ്ടത്? അതല്ലേ കണ്ടത്? അല്ലാതെ ഇപ്പൊ അദ്ദേഹം ഒരു ബാബരി മസ്ജിദിന്റെ അകത്ത് കയറി നിസ്കരിക്കാൻ പര്യാപ്തമാകുന്ന ഒരു വിശ്വാസിയാണോ? അല്ലല്ലോ. അദ്ദേഹത്തിനെ കൊണ്ട് അല്ലാഹു തആല പറയിപ്പിച്ചു. ഇതുപോലെ ഇന്ത്യ രാജ്യത്ത് ഈ ന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്യണമെന്ന ലക്ഷ്യത്തോടു കൂടി സർവ്വവിധ സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ടിട്ട് രംഗത്തേക്ക് വരുന്ന മതഭ്രാന്തിനെ അതേ നാണയത്തിൽ തന്നെയുള്ള ആളുകളെ കൊണ്ട് അല്ലാഹു തആല നേരിടിക്കും. അതാപ്പ ഇന്ത്യ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? ധിക്കാരിയാകുന്ന ഭരണാധികാരിയെ എതിർക്കാൻ വരുന്നത് അബ്ദുൽ ഖാദർ അല്ല, നേരെ നിൽക്കുന്ന വ്യക്തി അബൂബക്കറും അല്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുന്നത്. രണ്ട് പാർട്ടിക്കാർക്ക് ദുആക്ക് ഉത്തരം കൊടുക്കാതിരിക്കുള്ളൂ. രണ്ട് പാർട്ടിക്കാർക്ക് നബി തങ്ങൾ പറയാ ഇല്ലൽ കാഫിറ വൽ മുസാഹിന ഔ കമാ ഖാല റസൂലുള്ളാഹി. ഒന്ന് വിശ്വാസമില്ലാത്തവർക്ക്, അവിശ്വാസികളാണ്. അവരെ എന്തിനൊക്കെ ആരോധിക്കുന്നു, അള്ളാഹുവിനെ ധിക്കരിക്കുന്നു. അങ്ങനെയുള്ള പാർട്ടിക്ക് ഉത്തരവില്ല. രണ്ടാമത്തെ ആരാന്നറിയോ? തലക്കെട്ടൊക്കെ ഉണ്ട്, താടിയുണ്ട്, തൊപ്പിയുണ്ട്, നിക്കാരത്തൈമ്പുണ്ട്, മക്കനെയൊക്കെ ഉണ്ട്. പക്ഷേ വൈരാഗ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വൈരാഗ്യം അവനെ തക്കം കിട്ടിയാൽ ഞാൻ തകർക്കും. ഇതാണ് വൈരാഗ്യം. പിണക്കോന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. പിണക്കം വലിയ പ്രശ്നം. ശ്രദ്ധിച്ചോ. ഞാൻ എന്താ പറഞ്ഞു വന്നത്? റമദാൻ മാസത്തിലെ നോമ്പ് 4 സ്വഭാവം തിരുത്താൻ തയ്യാറില്ലെങ്കിൽ വേണ്ട. ഒന്നാമത്തേത് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന. ഈ വിഷയം ഒരു വിവരമില്ലാത്ത മഹാഭാവി ഇവിടെ നിന്നിട്ട് നിങ്ങളോട് വിശദീകരിക്കാൻ നിന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് എഴുന്നേറ്റ് പോകാൻ പറ്റുമോ? ഒരു വിവരമില്ലാത്ത ആളാ ഞാൻ. ആ കണക്കിന് വിവരമുള്ള ഒരാള് മക്കൾക്ക് മാതാപിതാക്കളുടെ ബാധ്യതകൾ അങ്ങോട്ട് വിശദീകരിച്ചാൽ എത്രയോ ദിവസം പറയാനുണ്ട്. എത്രയോ ദിവസം. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا واحفظ لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا ولا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. ഉമ്മാടെ പവറ്, പാപ്പാടെ പവറ്, രണ്ടുപേർക്കും പവറുണ്ട്, രണ്ടാക്കും പവറുണ്ട്. പിന്നെ ദുരിതം കൂടുതൽ ഏറ്റിരിക്കുന്ന അവിടെയാന്ന് മാത്രം. ഇതൊരു മെയിൻ പോയിന്റ് അല്ലല്ലേ ഞാൻ ഈ വന്ന് മുട്ടേക്കുന്നത്? അല്ലേ? വിശദീകരിക്കുന്നില്ല. അവിടെ പറയുന്നത് 10 മാസം ദുരിതം സഹിച്ച് ചുവന്നു, താങ്ങാൻ പറ്റാത്ത വേദന സഹിച്ച് പ്രസവിച്ചു, 2 വർഷക്കാലം പാലൂട്ടി. ഇതാണ് 3 അവിടെയുള്ളത്. ഇവിടെ ആ ശൈലിയിലല്ല പറഞ്ഞേക്കണം. ഇത് രണ്ടും ഒന്ന് തന്നെയാ. എക്കടയില് നാണയത്തൊട്ടിങ്ങനെ തിരികെ വെച്ചിരിക്കുക. പണിയെടുത്തിട്ട് വിശന്ന് വിയർത്ത് ബുദ്ധിമുട്ടി മുന്നോട്ട് പോവുകയാണ് വീട്ടിലേക്ക്. സോഡിന്റെ വക്കത്തെല്ലാം ഇഷ്ടം പോലെ ചായക്കടകളും ശീതള പാനീയങ്ങളും കിട്ടും. പടച്ചവനെ, ഞാൻ വിശപ്പ് സഹിക്കുകയാണല്ലാ. ഈ നാണയത്തൊട്ടുകൾ എന്റെ കുഞ്ഞിനെ സ്കൂളിലാക്കാനാ മദ്രസയിലാക്കാനുള്ളതാണല്ലാ. അങ്ങനെ പണിയെടുത്ത് ജീവിച്ചതായി നിങ്ങൾ. അതാ ചോര നീരാക്കിയാണ് നിന്റെ ഉപ്പ നിന്നെ സംരക്ഷിച്ചത്. അതിനെതിലെങ്കിലൊക്കെ പോവാ. എനിക്കിനി പണിയെടുക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞ് വേണി മാറാം. അതൊന്നും അല്ല ചെയ്ത, എല്ലാം സഹിച്ചു. ഒന്നാമത്തേത് ഉപ്പാടെയും ഉമ്മാടെയും പൊരുത്തം വാങ്ങലാണ്. അവരെ വേദനിപ്പിച്ചാൽ നോമ്പില്ല. ഹുമാ ജന്നത്തുക വനാറുക അൽ ജന്നത്തു തഹ്ത ഖദാമിഹിമാ ഇദില്ലല്ലാഹു ഫീ ദിൽ വാലിദി. എന്ന് പറഞ്ഞാൽ വാപ്പാനെ ഉമ്മാനെയും വെറുപ്പിച്ചവരുടെ അടുക്കിലേക്ക് ജിബിരിയിൽ വരൂല. ജിബിരിയിൽ വരാത്തോണ്ടിട്ട് 1000 മാസത്തേക്കാൾ ഇബാദത്ത് കിട്ടൂല. കിട്ടാത്തോണ്ടിട്ട് മുൻഗാമികളെക്കാൾ പദവി ഏറൂല. പദവി ഏറാത്തോണ്ടിട്ട് റയ്യാനിൽ, അതായത് സ്വർഗ കവാടത്തിൽ എത്തൂല. ഇതാണ് അതിന്റെ കർമ്മം. ഇതാണ് എന്റെ കർമ്മം.
നമ്മൾ എന്തിനാ ഈ നന്മ ചെയ്യുന്നത്? അള്ളാഹുവിനെ കാണാനാ. അള്ളാഹുവിനെ കാണാനുള്ള യോഗ്യത നമുക്ക് കിട്ടണം എങ്ങനെയാ? റമളാൻ കൊണ്ടാ. റമളാൻ എന്ന് പറഞ്ഞാൽ എന്താ? 1000 മാസത്തെ ഇബാദത്ത് കിട്ടുക. ജിബ്രീലിനെ കണ്ടുകിട്ടുമ്പോ എന്ത് കിട്ടി? 1000 മാസത്തേക്കാൾ ഇബാദത്ത് കിട്ടി. ഇബാദത്ത് കിട്ടിയപ്പോ എന്ത് കിട്ടി? മുൻഗാമികളെക്കാൾ പവർ കിട്ടി. പവർ കിട്ടിയപ്പോ എന്തായി? റയ്യാനെ കൂടെ പ്രവേശനം കിട്ടി. പ്രവേശനം കിട്ടിയപ്പോ എന്തായി? അള്ളാഹിനെ കാണാൻ പറ്റി. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നന്മയെ ഇതുപോലെ ക്രമമായിട്ട് അള്ളാഹുവിനെ കാണുന്ന ലിഖായിലേക്കൊന്ന് മുട്ടിക്കാവോ? മുട്ടൂല. ഇതാണ് റമളാനിന്റെ പവർ. ഒന്നാമത്തേത് മാതാപിതാക്കളെ വേദനിപ്പിക്കൽ. രണ്ടാമത്തേത് നബി തങ്ങൾ പറയുന്നു വഫാനി ഖാതിഉർ റഹമിൻ നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത്തേത് കുടുംബ ബന്ധം മുറിച്ചവരാണ്. ആങ്ങളെയായിട്ട് മിണ്ടണില്ലേ, പെങ്ങളെയായിട്ട് ബന്ധമില്ലേ, കൊച്ചാപ്പാനൊക്കെ മിണ്ടണില്ലേ, എളാപ്പാന മിണ്ടണില്ലേ, അമ്മായി അടുത്ത് പോണില്ലേ, നാത്തൂൻ്റെ അടുത്ത് പോണില്ലേ. നിങ്ങളെ ഇടയത്താഴവും കുടിക്കണ്ട, നിങ്ങൾ തറാവീനും പോകണ്ട, നിങ്ങൾ തഹജ്ജുദും ചെയ്യണ്ട, നിങ്ങൾ പട്ടിണി നടക്കണ്ട. വെറുതെ എന്തോരായത്ത് വേണം, എത്ര ഹദീസ് വേണം? ഇത്തഖുല്ലാഹ അല്ലദീ തസാഅലുന ബിഹി വൽ അർഹാം من أحب يبسط له في رزقه وينسله في ثره فليصل رحمه لا يدخلن الجنة قاطع. എന്തോരാ കിടക്കണ ബഹുമാനികളെ, എന്തോരാ. ഹിസാബ് എളുപ്പമാകാൻ 3 നന്മകൾ നബിയുനാ റസൂലുള്ളാഹി. ഒന്നാമത്തേത് സിൽ മൻ ഖതഅക. ഇങ്ങോട്ട് ബന്ധം മുറിക്കുന്ന കുടുംബത്തിനെ അങ്ങോട്ട് മുറിക്കാതെ നിലനിർത്തുക. ഇങ്ങോട്ട് നമ്മളെ ഉപദ്രവിച്ചോണ്ടിരിക്കുക. റസൂലുള്ളാന്റെ മുമ്പിൽ വന്നിട്ട് ഒരു സഹാബിയ പറഞ്ഞു, നാടകാക്കല്ല, ഞങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. റസൂലുള്ളാന്റെ മുമ്പിൽ വന്നിട്ട് ഒരു സഹാബി പറയുന്നു, അള്ളാന്റെ റസൂലേ ഇന്നലീ ദീ റഹ്മിൻ. നബിയെ എനിക്കൊരു കുടുംബമുണ്ട്. ഈ ഇരിക്കുന്നവർക്ക് പലർക്കും അനുഭവമുള്ള കാര്യത്തെ ഞാൻ പറയുന്നത്. എനിക്കൊരു കുടുംബമുണ്ട് നബിയെ. ആ കുടുംബക്കാരിൽ നിന്നിട്ട് എനിക്കൊരു സഹായവും വേണ്ട, ഒരു നാണയത്തൊട്ടുകൾ വേണ്ട, ഒരാൾ സഹായം വേണ്ട. പക്ഷേ അവർക്ക് എന്താവശ്യം വന്നാലും ഞാൻ അവർക്ക് സഹായിക്കുന്നു, അവരുമായിട്ട് സഹവസിക്കുന്നു, സഹകരിക്കുന്നു നബിയെ. അവര് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്നോട് അവർ ബന്ധം മുറിക്കുന്ന നിലക്കുള്ള നീക്കമാണ് അവരുടെ ഭാഗത്തുനിന്ന്. തക്കം കിട്ടിയ എന്നെ സംബന്ധിച്ച് എവിടെ മോശമായിട്ട് പറയും, എന്നെ വേദനിപ്പിക്കുക, എന്റെ കുടുംബത്തിനെ വിഷമിപ്പിക്കും. നീ പറയണത് പോലെയാണെങ്കിലേ നിനക്ക് അള്ളാന്റെ അടുക്കൽ നിന്നും വ്യക്തമായൊരു സഹായം അള്ളാഹു തആല ആക്കി തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത് ചുമ്മാ പറയണല്ല, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഉണ്ടാകുന്ന അനർത്ഥങ്ങളെ സംബന്ധിച്ചായി പറയണേ. ഇതൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ നമുക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ പലർക്കുള്ള അനുഭവം, നിങ്ങൾ ഈമാനുള്ളവരാണെന്നുള്ളതിന്റെ അടയാളമൊക്കെ പറയണേ. മനസ്സിലായോ? ഇങ്ങോട്ട് കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്നു, വിഷമിപ്പിക്കുന്നു, വേദനിപ്പിക്കുന്നു. നിങ്ങളെ അല്ലാഹു തആല സഹായിക്കാൻ വേണ്ടി സഹായിയാക്കുന്നു പറഞ്ഞാലേ ബദറിൽ മാത്രമല്ല മലക്കുകൾ ഇറങ്ങി, ഖന്തക്കിൽ മാത്രമല്ല മലക്കുകൾ ഇറങ്ങി, അവിടെ ഒക്കെ മലക്കുകൾ ഇറങ്ങിയിട്ട് അല്ലാഹു തആല പറയുന്നുണ്ടല്ലേ. ബദറിലിറങ്ങിയ മലക്കുകളെയൊക്കെ നേരിട്ട് കണ്ടിട്ട് ലഖദ് നസറക്കുമുല്ലാഹു ബദരിന്ന് ഖുർആൻ പറഞ്ഞില്ലേ. നേരിട്ട് ഇറങ്ങിയത് ഈ ഉസ്താദ്മാർ ചൊല്ലിക്കൊടുക്കുന്ന സഹീഹ് ബുഖാരിയൊക്കെ എടുത്തേക്ക് ജിബ്രീലിന്റെ തലയെക്കെട്ട്, മീകായിലിന്റെ കുതിര, ഇസ്രാഫീലിന്റെ വാള്, അസ്രായിലിന്റെ പരിച, ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് സെന്റ് ചോദിച്ചേക്കത് കൊള്ളാണോ. ആ സ്ഥാനത്ത് ഖന്തക്കിലിറങ്ങിയ മലക്കുകൾ അങ്ങനെയല്ല. ആ മലക്കുകളെ സംബന്ധിച്ച് എന്താ ഖുർആൻ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ മലക്കുകളെ ഇറക്കിയെങ്കിൽ റീഹം വജുനൂദൻ ലം തറൗഹാ, അങ്ങനെ ഖുർആൻ പറഞ്ഞു. അവിടെ ഇറങ്ങിയ മലക്കുകളെ സഹാബാക്കൾ കണ്ടില്ല. ഇവിടെയൊക്കെ മലക്കുകൾ ഇറങ്ങി. ഞാൻ ചോദിക്കട്ടെ, ഈ മലക്കുകളെ നമുക്കും അല്ലാഹു തആല ഇറക്കി തന്ന് സഹായിക്കുന്ന ഒരു നന്മയാണ് ഇങ്ങോട്ട് ഉപദ്രവിക്കുന്ന കുടുംബക്കാരെ അങ്ങോട്ട് ഉപദ്രവിക്കാതിരിക്കാന്ന് നബിയുനാ റസൂലുള്ളാഹി. നമുക്ക് അല്ലാഹു തആല സഹായി ഇറക്കി തരുന്നു പറഞ്ഞാൽ നമ്മുടെ കൂടെ മലക്കിറങ്ങുക. ബഹുമാനികളെ, ആ നിലയ്ക്ക് നിങ്ങൾ ജീവിക്കാൻ തയ്യാറായാൽ എന്തോരമുണ്ട്. നിങ്ങളുടെ ഇടയിലൊക്കെ അങ്ങനെയില്ലേ? എന്തോരം നിങ്ങൾ അങ്ങോട്ട് കൊടുത്താലും. കല്യാണത്തിലൊക്കെ നിങ്ങളും മക്കളൊക്കെ ആദ്യം അവസാനം പോയി സംബന്ധിക്കുക. അവിടുന്ന് ഒരെണ്ണം വരില്ല, വിളമ്പണ സമയത്ത് വരൂ. നിങ്ങൾക്കൊരു സാമ്പത്തിക ആവശ്യത്തിന് 10 രൂപ അവിടുന്ന് നിങ്ങൾക്ക് മേടിച്ചിട്ടില്ല, നിങ്ങൾക്ക് ആവശ്യമില്ല. അവിടെ ആവശ്യത്തില്ല അറിഞ്ഞാൽ നിങ്ങൾ വേഗം പോയിട്ട് ബില്ല് തീർത്തു കൊടുക്കുകയാണ്. ഇങ്ങനെ അങ്ങോട്ട് സഹായിക്കുന്നു, ഇങ്ങോട്ടില്ല. എന്നിട്ട് നിങ്ങൾ ഇടങ്ങേറാക്കുക. ആ ഇടങ്ങേറാക്കുന്നതിനെ വകവയ്ക്കാതെ
ആ സഹായവും കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തി നിലനിർത്താൻ നിനക്ക് കഴിയുമെങ്കിൽ ജിബ്രീലിനെ കണ്ടുമുട്ടാം എന്ന് നബിയുനാ റസൂലുള്ളാഹി. മൂന്നാമത്തേത് വമുശാഹിനുൻ നബിയുനാ റസൂലുള്ളാഹി. മൂന്നാമത്തേതാണ് വൈരാഗ്യം വച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നല്ലോ, ഈ പിണക്കം വലിയ പ്രശ്നമാണ്. ലൈലത്തുൽ ഖദർ അറിയിച്ചു തരാൻ വേണ്ടി നിമിത്തങ്ങൾ സഹാബകളിലേക്ക് കടന്നു വന്നപ്പോ രണ്ടുപേരും തർക്കിക്കുക. തങ്ങൾ ആ തർക്കത്തിൽ ഇടവിട്ടു. പൊന്നാർ നബി പറയാ നസീത്തു, ഞാൻ മറന്നുപോയി, ഞാനിത് അറിയിക്കാൻ വേണ്ടി വന്നത് നിങ്ങളുടെ തർക്കം കാരണം മറന്നുപോയി. അപ്പൊ നമ്മുടെ ഇടയിൽ പിണക്കം ഉണ്ടായാൽ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഉയർത്തപ്പെടുന്ന നമുക്ക് മറക്കപ്പെട്ടു. ബഹുമാനികളെ, അതുകൊണ്ട് പിണക്കങ്ങളുണ്ടെങ്കിൽ ആ പിണക്കം ഇണക്കത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ തറാവിയൊക്കെ ഇരിക്കാനും ഇടയത്താഴം കുടിക്കാനും തഹജ്ജുദ് ഇരിക്കാനും നിൽക്കണ്ട. അതിന് ഇവിടുത്തെ കമ്മിറ്റിക്കാർ വേണ്ട, ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദും വേണ്ട, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും വേണ്ട. നിങ്ങളെ കൊണ്ട് ചെന്നിട്ട് അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, സ്വർണം വിളക്കി ചേർത്തതുപോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വർണം വിളക്കിയ വല്ല അടയാളമാണോ? ഇല്ല. ഈമാനില്ലാത്തവർ തമ്മിൽ പിണക്കം മാറി കൂടിയാൽ എങ്ങനെയാണെന്നറിയോ? പളുങ്കുകൾ ചേർത്ത് വെച്ചതുപോലെയാണ്. പളുങ്ക് പൊട്ടിയ ചേർത്ത് വെച്ച അടയാളം ഉറപ്പാ. സ്വർണം വിളക്കിയ ഒരു അടയാളം കാണില്ല. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇതിങ്ങനെ വലൈക്കും സലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സുന്നത്തുണ്ടെന്നറിയോ? ഒന്നും കൂടെ അടുത്തേക്ക് നീങ്ങിക്കണം. പിന്നെ റമളാനൊക്കെ വരുവാണ്. ഞാൻ അന്ന് നിന്റെ വാപ്പാക്കും ഉമ്മാക്കും ഒക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത് എനിക്കന്ന് പ്രഷർ കൂടിയിരിക്കണ സമയമായിരുന്നു. പ്രഷർ ഇല്ലെങ്കിൽ ഈ പ്രഷർ ഈ കാര്യത്തിൽ ഗുണമുള്ള സാധനമാണ്. ഞാനും ആലോചിച്ചു, കാക്ക അങ്ങനെ ബാപ്പാക്കും ഉമ്മാക്കും ഒന്നും വിളിക്കുന്ന ആളല്ല. എൻ്റെ ബാപ്പാക്കും ഉമ്മാക്കും മോനെ അത് പ്രഷർ കയറി എന്നുകൊണ്ട് സംഭവിച്ചു. അപ്പം അത് ഒരിക്കലും പൊരുത്തക്കേടില്ലാക്ക, ഞാൻ പൊരുത്തപ്പെട്ടു. പിന്നെ കാക്ക ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാനും ഏതാണ്ടൊക്കെ അടുപ്പിച്ച് ഇടയ്ക്കൊക്കെ ഒരു കുഴപ്പമില്ല, എനിക്ക് യാതൊരു പൊരുത്തക്കേടും ഇല്ല. ഞാൻ അതെല്ലാം പൊരുത്തപ്പെട്ടു. അൽഹംദുലില്ലാഹ്. ഇത് സുന്നത്തുണ്ടെന്നാ വലൈക്കും സലാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെ അടുത്തേക്ക് എന്നിട്ട് ഇങ്ങനെ ഒന്ന് പറയുന്നത് സുന്നത്തുണ്ട്. കാരണം ഈ പിണങ്ങാൻ കാരണമായ കാര്യങ്ങളൊക്കെ ഒരു ഇത്തിരി ഒന്ന് എടുത്തു പറയാം. വലൈക്കും സലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി റെഡിയായി കേട്ടാ. അപ്പൊ അതുകൊണ്ട് ഈ സദസ്സിൽ നിന്ന് പിരിയണേന്റെ മുമ്പ് ഇവിടെ കൂടെ ഇറങ്ങൂലോ, ഇറങ്ങുമ്പോ തന്നെ പയ്യെ ഈ സലാം ചെല്ലണയാക്ക ഗ്രേഡ് കൂടുതലെന്നാ നബിയുനാ റസൂലുള്ളാഹി. മടക്കണയാക്കല്ല, നിങ്ങൾ പതുക്കെ അടുത്തേക്ക് എന്നിട്ട് അസ്സലാമു അലൈക്കും. നിങ്ങളും അങ്ങനെ തന്നെ കേട്ടാ, അസ്സലാമു അലൈക്കും. ഇങ്ങനെ മോന്ത ഇങ്ങനെ വീർപ്പിച്ച് വെട്ടാമന്നെ പോത്ത് നോക്കണമാര് നോക്കുവാണെങ്കിൽ നിങ്ങൾ മിണ്ടാണ്ടങ്ങ് പൊക്കോ. നിങ്ങളുടെ കാര്യം രക്ഷപ്പെട്ടു, അവരുടെ കാര്യം കഷ്ടപ്പെട്ടു. നിങ്ങൾ സലാം ചൊല്ലിയത് നിങ്ങളുടെ ആരും രക്ഷയായി. മടക്കിയില്ലേ? അവൻ നശിച്ചു, അവള് നശിച്ചു, നിങ്ങൾ രക്ഷപ്പെട്ടു. ഇനി സദസ്സിൽ ഇല്ലാത്ത ഒരാളുമായിട്ട് നിങ്ങൾ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ സുബഹിക്കാരൻ കഴിഞ്ഞുകൊണ്ട് പഠിച്ചോനെ വാവിലാർ പറഞ്ഞേക്കണമല്ലോ എന്ന് പറഞ്ഞ് ഓടി അങ്ങോട്ട് ചെല്ലരുത്. ഈ ബോക്സ് നോക്കി, ഈ ബോക്സ് ഏറെക്കുറെ ഈ ബോക്സിന്റെ അപ്പുറത്തുള്ള അകലം മതി, ബോക്സിന്റെ ഇപ്പുറയുള്ള അകലമല്ല. ബോക്സിന്റെ അപ്പുറത്തുള്ള അകലത്തിൽ അങ്ങനെ എത്തിയിട്ട് അസ്സലാമു അലൈക്കും അങ്ങനെ പറയാം. വലൈക്കും അസ്സലാം എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അവിടെ അടുത്തേക്കില്ല കേട്ടാ. ഇവിടെ ഇല്ലാത്ത ഒരാളെ, കാരണം അയാൾ ഈ സംഭവം ഒന്നും കേട്ടിട്ടില്ല. നിങ്ങൾ നാളെ നേരം വെളുത്ത അസ്സലാമു അലൈക്കും അങ്ങോട്ട് ഒന്ന് ചേർന്നങ്ങോട്ട് ചെന്നിട്ട് ചവിട്ടുകുറ്റിക്കിട്ട് അടിയിട്ടിട്ട് നക്ഷത്രം പോയി കണ്ണിക്കൂടെ, എന്നിട്ട് തലയിൽ കൈ കയറ്റിക്കൊണ്ട് പോയാലും മൗലാരുടെ ഒട്ട് കത്ത പറയലാന്ന അവസാന പറയല്. അവന്റെ നാക്ക് തളർന്നെങ്കിൽ മതിയായിരുന്നു. ദുനിയാവില് ഒരു വർത്താനം പറയാൻ അവനക്ക് അന്ന് അവസരം. ഒരു കാക്ക വിരാഗെ പോത്തൊന്നും ചാവില്ലട്ടാ, തല്ലുകൊള്ളാണ്ട് നിങ്ങൾ പോയിക്കൊള്ളു. അയാൾക്ക് അറിയാൻ പാടില്ല. ഇതെന്റെ അനുഭവം അരി പറഞ്ഞത്, അല്ലാണ്ട് ഞാൻ ചുമ്മാ അറിയാല്ല, എൻ്റെ അനുഭവം പറയാം. ഞാൻ ഈ ഓതന പേരും പറഞ്ഞ് നാട്ടുകാരുടെ ചോറ് തിന്ന സമയത്ത് ഒരു നിസ്കാര പള്ളിയിൽ ഇമാമത്ത് വെച്ചു. ശ്രദ്ധിച്ചോട്ടെ, എനിക്ക് ഉണ്ടായ സംഭവം. നിങ്ങൾ നാളെ നേരം പുറത്ത് പോയി അടി കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി പറയണത്. എൻ്റെ ബഹുമാനികളെ, ഈ നിസ്കാര പള്ളിയിൽ ഓതന സമയത്ത് ജോലിയൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രായം ഇപ്പം അത്ര ആയിട്ടില്ല, കൊച്ചു പ്രായ. സുബഹിക്ക് ഉറങ്ങിപ്പോയി. വല്ല നീലം മേടിക്കാനും എണ്ണ മേടിക്കാനും സോപ്പ് മേടിക്കാനും ഒക്കെ ഉള്ള ചില്ലറ കിട്ടും. അതിനാണ് ഈ തയ്ക്കാതെ ഇമാമത്തെ ഏറ്റത്. ഉറങ്ങിപ്പോയി. എൻ്റെ അല്ലാഹ്, ഒരു കാക്ക അങ്ങോട്ട് വന്നിട്ട് വാതിലേക്ക്
ഞാൻ ചാടി അണിച്ചു. കാരണം വാതിലിന്റെ മുമ്പിൽ തന്നെ കിടക്കണേ. ചാടി അണിച്ച് 3 മിനിറ്റ് വൈകി, സാരമില്ല, അപ്പൊ മൈക്കി കൂടെ കൊടുക്കണ്ട, അല്ലാണ്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് വാതില് തുറക്കാൻ ഈ വാതിലേല് ചെന്ന് തൊട്ടിപ്പോ അയാൾ ആ വാതിക്കെ പോയി ഇരിക്കുകയാണ്. ഞാൻ തുറന്നത് ഇവിടെ തുറന്നിട്ടുണ്ടോന്നും ചോദിച്ചിട്ടുണ്ട്. വായി തോന്നിയതൊക്കെ കാക്കാൻ കൊടുക്കും. ഈ വായി തോന്നിയതൊക്കെ പറഞ്ഞ് അയാളെ കണ്ട് പെണ്ണുമ്പള്ള തല്ലിയിറക്കി ഇട്ടേക്കണ ദേഷ്യം തീർക്കണ എന്നോടാണ്. അങ്ങനെയുണ്ട് ചില നാട്ടില്. പെണ്ണുമ്പള്ള പറഞ്ഞാലും ശരിക്കൂല, മോൻ പറഞ്ഞാലും ശരിക്കൂല, മോള് പറഞ്ഞാലും ശരിക്കൂല, പേരക്കുട്ടികൾ പറഞ്ഞാലും ശരിക്കൂല. എന്നൊരു പണിയാ പള്ളിയിലേക്ക് പോയി നോക്കാം. അവിടെ ചെന്നിട്ടാണ് പിന്നെ ചാടിക്കൽ. അങ്ങനെയുണ്ട് ചില സ്ഥലങ്ങളിൽ. മാറി തുടങ്ങിയിട്ടോ. കാരണം വൈലാക്കന്മാര് പഴയ ശൈലിയൊന്നുമല്ല, അപ്പൊ മാറി തുടങ്ങി. പണ്ടൊക്കെ അങ്ങനെയല്ല. ഞാൻ ഇപ്പൊ തന്നെ കിടത്തിക്കോളാം കാക്ക. പണ്ട് അങ്ങനെയാ, ഇപ്പൊ അങ്ങനെയല്ല. ആ കാക്ക അവിടെ കിടത്തിയൊക്കെ കേടൂലെന്ന്. ഇപ്പൊ അങ്ങനെ ഭയങ്കര മണാണല്ലോ മൂത്ത്. ഞാൻ ലോഷൻ എടുത്തോണ്ട് വന്നേ കാണും. ഇപ്പൊ തന്നെ കഴുകാൻ പോവാണ്. പണ്ട് ഇപ്പൊ മാറിയിട്ടായില്ല ഇത് കഴുകാൻ. ഇയാൾക്ക് സൗകര്യം മുള്ളോടയിൽ വീട്ടിൽ പോയി ഉള്ളത്. ഇപ്പൊ അങ്ങനെ ലെവലോ കുറച്ചൊക്കെ അങ്ങനെ വേണമെന്നുള്ള എന്റെ അഭിപ്രായം. എന്താ എന്നിട്ട് മൂത്രപരം ഇല്ലാക്കാണ്ടിരിക്കാൻ പാടില്ല. ഇല്ലാക്കട പണിയാ. ചെയ്യണ്ടൊക്കെ ചെയ്യണം. ചുമ്മാ വെത്തക്കറിയാൻ നമ്മള് അപ്പൊ പോട്ടെ. ഞാനേ ഇയാളെ കണ്ട് പെണ്ണുപിള്ള വലിയ ഇട്ടേടാ. എന്നിട്ട് എന്നോടാ ദേഷ്യം തീർക്കണേ. എനിക്ക് അങ്ങോട്ട് ദേഷ്യം. ഇയാളിങ്ങോട്ട്, ഞാൻ പള്ളിക്കകത്തുള്ള ഇങ്ങനെ, ഇയാളിങ്ങോട്ട് പറയണേനെ വലിയ വ്യത്യാസം ഇല്ലാണ്ട് ഒരുമാതിരിയൊക്കെ ഇണക്കി ഞാനും കുറെ കൂടെ തട്ടി. എന്റെ പൊന്നാര ബീവെ ഒന്നും എടുത്തോണ്ട് വന്ന് ബാഗ് വിളിച്ചു, സുന്നത്ത് നിക്കരിച്ചു. ഞാൻ ഈ കാക്കയുടെ മുഖത്തേക്കൊക്കെ ഉണ്ട്. കാക്ക ഇരിക്കുകയാണ്. ഞാൻ അടിച്ചിട്ട് ഇക്കാമത്ത് കൊടുത്തിട്ടേ അയാൾ അവിടെ തന്നെ അടിച്ചെന്നിട്ട് പുള്ളി ഇക്കാമത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇക്കാമത്ത് കൊടുത്ത് ഞാൻ അവിടെ നിക്കരിച്ചു, അയാൾ ഇക്കാമത്ത് കൊടുത്ത് അയാളും അവിടെ നിക്കരിച്ചു. വേറെ ഒരാളും വന്നുമില്ല. ഞാൻ അന്നത്തെ ദിവസം ഇടങ്ങേറായി. കാരണം ആ കാക്ക കാണണമെന്ന് പറഞ്ഞു ഓർത്ത് എനിക്ക് അങ്ങനെ പറയണ്ടറിയണ്ടോ, മോശമായി പോയി. അങ്ങനെ അന്നത്തെ ദിവസം ഞാനങ്ങനെ കഴിച്ചു വിട്ടിട്ടോ വലിയ ഇടങ്ങേറായി പോയി. പിറ്റേ ദിവസം ഞാൻ നാസ്തയാക്കാൻ വേണ്ടി ഒരു ചെറിയ ഇട റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കിടക്കണം. മെയിൻ റോഡിലൊരു ചായക്കടയിലാണ് എനിക്ക് ചായ ഏൽപ്പിച്ചേക്കണം. അങ്ങനെ ഞാൻ ഈ നാസ്തയാക്കാൻ വേണ്ടി ഇങ്ങനെ തയ്ക്കാവിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ ഉണ്ടാ ഈ കാക്ക അവിടെ നിന്ന് സൈക്കിളിൽ വരുവാണ്. ഞാൻ നല്ല തക്കം, എന്തായാലും ഇനി വച്ചോണ്ടിരിക്കണ്ട. പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴും വഴിയിൽ ആരുമില്ല, അവിടെ നിന്നും ആരുമില്ല. അപ്പൊ അയാൾ ആ സൈഡിൽ കൂടെ കേട്ടോ തന്നെ. ഈ സൈഡിലാണ് പള്ളി. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് നേരെ മൂപ്പരുടെ ആ സൈഡിലേക്ക് ചെന്നിട്ട് അസ്സലാമു അലൈക്കും. റഹ്മാനായ റബ്ബേ, ഈ പടപ്പ് ചെയ്ത പണി എന്താ അറിയോ? 2 ബ്രേക്ക് കൂടെ അവിടെ പിടിച്ചിട്ട് ചാടി അങ്ങോട്ട് ഇറങ്ങി. അപ്പൊ മുഖമൊക്കെ ആകെ കൊണ്ട് മാറി, കണ്ണൊക്കെ അങ്ങോട്ടിട്ട് ചുമക്കാണ്. ചാടി അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇയാളിത് സ്റ്റാൻഡിലേക്ക് വയ്ക്കുക സൈക്കിള്. ഒരൊറ്റ വിടല് ഞാൻ വിട്ടത് പള്ളിയുടെ തൈക്കാവിന്റെ മോളിൽ കയറിയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയുള്ളൂ. ആ സ്റ്റാൻഡിൽ വെച്ചിട്ട് അയാൾ സൈക്കിളിൽ നിന്ന് വിട്ടാൽ അടി എനിക്ക് ഉറപ്പാണ്. ഇവിടെ ഇന്നലെ രാവിലെ അവൻ വായി തോന്നിയതെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ റോട്ടിലിട്ടും കളിയാക്കണോ? അതാണ് അയക്ക് തോന്നിയത്. ഈ സലാം ചൊല്ലിയത് പൊരുത്തപ്പെടിപ്പിക്കാനാണെന്ന പാവപ്പെട്ടവനറിയില്ല. ഇതാ ഞാൻ പറഞ്ഞ ഈ പരിപാടി കേട്ടവര് നിങ്ങളോട് സഹകരിക്കും. വലൈക്കും സലാം എന്ന് പറയും. കേൾക്കാത്തവടെ പിന്നെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് നിങ്ങൾ അയാളുടെ അടുത്ത് നല്ലോണ്ടിട്ട് നമ്മളെ കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ബഹുമാനികളെ, 3ാമത്തേത് പിണങ്ങിയിരിക്കുന്ന ഇനി സലാം ചൊല്ലിന്നിരിക്കട്ടെ. ഇവിടെ ഞങ്ങളുടെ ഇറങ്ങി അസ്സലാമു അലൈക്കും. വലൈക്കും സലാം റഹ്മത്തുള്ളാഹി. സംഗതി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നിന്നെ എനിക്ക് കിട്ടൂടാ. ഞാനിപ്പോ എന്നൊക്കെ പറഞ്ഞെങ്കിലേ നീ വീഴുമ്പോ ഞാൻ വെട്ടിയിട്ടോളാം. ഇതിന്റെ പേരാണ് വൈരാഗ്യം വെച്ചോണ്ടിരിക്കുന്നത്. രക്ഷയില്ലാട്ടാ. ആ ഒരു ശൈലി മനസ്സിലുണ്ടെങ്കിൽ രക്ഷയില്ല. അതാണ് മുഷാഹിനുൻ. അപ്പൊ 1 ഉമ്മാനെ വേദനിപ്പിക്കുന്നവര്, 2 കുടുംബ ബന്ധം മുറിച്ചവര്, 3 വൈരാഗ്യം വച്ചുകൊണ്ടിരിക്കുന്നവര്, 4ാമത്തേത് മുദ്മിനു ഖംറിൻ നബിയിനാ റസൂലുള്ളാഹി, ലഹരി ബാധിതരാണ്. ലഹരി ബാധിതർ. ഇനിയിപ്പോ ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ കള്ളു കുടിക്കുന്നവരൊന്നും വന്നിരിപ്പില്ല, ചാരായം കുടിക്കുന്നവരും ഇവിടെ വന്നിരിപ്പില്ല, ബ്രാൻഡി കുടിക്കുന്നവരും ഇവിടെ വന്നിരിപ്പില്ല. പിന്നെ അതിനെ പറ്റി പറയേണ്ട കാര്യമില്ല. പക്ഷെ നബി തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ലാ തഖൂമു സഅതു ഹത്താ യുഖ്സിഫ ബിതായിഫത്തിൻ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിന് മണ്ണിന്റെ അടിയിലേക്ക് ജീവനോടെ ആഴ്ത്തപ്പെടുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങൾ ജീവനോടെ അടിയിലേക്ക് പോവുക. സഹാബാക്കൾ ചോദിച്ചു, ഖീല മത്താ ദാലിക യാ റസൂലല്ലാഹ്, ആ
കാലഘട്ടത്തിൽ ഈ മനുഷ്യന്മാരുടെ സ്വഭാവം എന്തായിരിക്കും നബിയെ? ഇദാ ശരിബുൽ ഖുമൂർ നബിയുനാ റസൂലുള്ളാഹി. ലഹരി ബാധിതർ വ്യാപകമായിരിക്കും. ലഹരി ബാധിതർ വ്യാപകമായിരിക്കും. ഉമാനികളെ, കള്ള് മാത്രമല്ല ലഹരി, ചാരായം മാത്രമല്ല, ബ്രാൻഡി മാത്രമല്ല, ബീഡി ലഹരിയാൻ, സിഗരറ്റ് ലഹരിയാൻ, പാൻ മസാല ലഹരിയാൻ, മയക്കുമരുന്നുകൾ ലഹരിയാൻ, ബ്രാൻഡി ലഹരിയാൻ, വിസ്കി ലഹരിയാൻ, വൈൻ, ഇപ്പൊ പുതിയ സൂക്കട് ഇറങ്ങിയിട്ടുണ്ട്, വൈൻ ലഹരിയാൻ, അതുപോലെ ബ്രൗൺ ഷുഗർ ലഹരിയാൻ, അഷീഷ് ലഹരിയാൻ, കഞ്ചാവ് ലഹരിയാൻ. കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാം നബിയുനാ റസൂലുള്ളാഹി. ലഹരിക്ക് വേണ്ടി എന്തെല്ലാം ഉപയോഗിക്കുന്നു, ലഹരിക്ക് വേണ്ടി എന്തെല്ലാം ഉപയോഗിക്കുന്നു, അതിന്റെ എല്ലാം പേര് കള്ളാണ്. എല്ലാ കള്ളും ഹറാമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പടച്ചോനോർത്ത് ഞാൻ പറയുന്നു, ബീഡി വേണ്ട, സിഗരറ്റ് വേണ്ട, പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് മൂല തുള്ളിയിട്ട് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ അത് വേണ്ട. ബഹുമാനികളെ, ഇങ്ങനെ എന്തെല്ലാം ലഹരിക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എല്ലാം ഒഴിവാക്കിയിട്ട് ലൈലത്തുൽ ഖദറിന് വേണ്ടി, റമദാൻ മാസത്തെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങ്. എല്ലാ ലഹരി എന്റെ ബാവുലാരെ എന്ത് ബീഡി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ആ മുസ്ലിം വലിക്കുന്നുണ്ട്, ആചാര്യം വലിക്കുന്നുണ്ട്. നാളെ അവിടുന്ന് തങ്ങളൊന്ന് ആ ഉപരും വലിക്കണുണ്ട് സുഹൃത്ത്. ഇത് എന്റെ ബാവുലാരെ അതങ്ങനെ ലഹരിയാണോ? എന്നാ ബീഡി ലഹരിയല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടുവരിക. ലഹരി ബീഡിയല്ല. ഓ എൻ്റെ അല്ലോ, വിശന്നിട്ട് യാതൊരു കൊടുത്തില്ലോടങ്ങി. ഉസ്മാന്റെ വീട്ടിൽ നിന്ന് പത്തിരി ഇറച്ചിയും നെയ്ച്ചോറും ഒക്കെ മൂക്കറ്റം കയറ്റിയതാ, ഒക്കെ ദഹിച്ചു പോയി. വിശന്ന് കുടല് എരിഞ്ഞു തുടങ്ങിയല്ലോ. ഓ എന്തോരു വിശപ്പാ. ഒരു ബീഡി കാട്ടിക്കിടങ്ങി വിശപ്പ്. ഏയ്, ഇങ്ങനെ വിശപ്പ് മാറ്റാൻ വേണ്ടി ഒരു ബീഡി കാട്ടിക്കെന്ന് പറഞ്ഞ ഒരു ഇവിടെ ആരാ ഉള്ളത്? ഓ അല്ലോ, ദാഹിച്ചിട്ടായില്ലോ, അല്ലോ തൊണ്ട ഉണങ്ങി വരണ്ടു. ഓ ഒരു സീറ്റ് കാട്ടിയിടങ്ങി. അല്ല, നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും അങ്ങനെ ദാഹം മാറാൻ വേണ്ടി സീറ്റ് മേടിക്കുന്നവരുണ്ടോ? പിന്നെ എന്തിനാണ് ബീഡി? എന്തിനാണ് സിഗരറ്റ്? ഉറങ്ങാത്തവരും കൂടെ നോക്കും. ഉറങ്ങണതിനോട് നോക്കാൻ പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. റമദാൻ മാസത്തിലെ മഗ്രിബ് നമസ്കാരത്തിന് നമ്മുടെ മോദി മാമ മൈക്കിന്റെ അടുത്തേക്ക് റമദാൻ മാസത്തിലെ മഗ്രിബിന് മൈക്കിന്റെ അടുത്തേക്ക് എല്ലുണ്ട്. അപ്പൊ കാക്ക മുമ്പ് അവിടെ കാരക്ക ഇരിപ്പുണ്ട്, ഇവിടെ മുന്തിരി ഇരിപ്പുണ്ട്, അവിടെ തരി ഇരിപ്പുണ്ട്, പല സാധനങ്ങളും ഇരിപ്പുണ്ട്. കാക്ക അങ്ങനെ നോക്കിയിരിക്കുകയാണ് മുല്ലാക്ക. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു കൊടുത്തു തട്ട്. അല്ലാഹു അക്ബർ മുല്ലാക്കോട് പറഞ്ഞാൽ സംഗതി കൊടുത്തു. ആൻറ്റി കാരക്കൊക്കെ അവിടെ ഇരിക്കട്ടെ, മുന്തിരിയൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇടയത്താട് കുടിച്ചപ്പോ ഒന്ന് വലിച്ചതാ, ഷൊറൂന്ന് വായിക്കൂടെ വെള്ളം വരുവാ. അയാളാണെങ്കിൽ ബാങ്ക് വിളിച്ചിട്ട് ഒരു ഈന്തപ്പഴത്തെ കീറെടുത്ത് കഴിച്ചിട്ട് അപ്പൊ തന്നെ കവുത്തും കൊടുക്കും. അതിനു മുമ്പ് ഇത് കണ്ടോ, എന്തോ തിരക്കാന്ന് വെച്ചാ അതങ്ങോട്ട് അത് ഞാൻ ഇങ്ങനെ നോക്കിക്കാറുണ്ട്. പണ്ടൊക്കെ വടക്കോട്ട് അധികം അതിന് പോയി. അപ്പൊ എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോ കാണാൻ സൂക്കേട്. എന്നിട്ട് എന്റെ പൊന്നാര അബീബെ ചുണ്ടങ്ങോട് കൂട്ടിയിട്ട് മൂക്കിക്കോടെ ഇങ്ങോട്ട് വന്നത് കൽക്കരിയഞ്ചി. പണ്ട് കൽക്കരിയഞ്ചി കണ്ടിട്ടുണ്ടാ? എന്റെ വീട് റെയിലിന്റെ ചേർന്ന പുറമ്പോക്കിലൊന്നും അല്ല കിടക്കണ കേട്ടോ, കര കൊടുത്ത സ്ഥലത്ത് കിടക്കണേ. പക്ഷെ റെയിലിന്റെ ചേർന്നായി പോയി. ഈ കൽക്കരിയഞ്ചിന്റെ കണ്ടുണ്ടോ? ഇങ്ങനെ പോണേ എന്ന് പറഞ്ഞാല് അപ്പോ ഈ മൂക്കിക്കോടെ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോ ചുണ്ട് ഞാൻ ഒരു അകത്ത് ചോദിച്ചതാ. അക്കാ നല്ല നിലയ്ക്ക് അടുത്ത് ചോദിച്ചു, അക്കാ ഈ ചുണ്ടിങ്ങനെ ഈ മുട്ടനാട് ഈ പെട്ടയാടിന്റെ പുറകിൽ നിന്ന് കാണിക്കണമായിരിക്കും ഇങ്ങനെ ചുണ്ടിങ്ങനെ പോണേ. അപ്പൊ കാക്കറിയാ അതൊരു പ്രത്യേക രസം. അത് മൊയിലറിയാൻ പാടില്ല. എന്നിട്ട് ഈ ശൈത്താൻ അവിടെ ആട്ട പ്രശ്നം. ഈ ഹമുക്ക് ചെയ്യണമെന്നല്ല, ഹമുക്കെന്ന് പറഞ്ഞാൽ തെറിയൊന്നുമല്ല കേട്ടോ. ഇസാന്റെ ചോദിച്ചു, ഹമുക്കെന്ന് പറഞ്ഞാൽ വിദ്യയുടെ അർത്ഥം. ഇന്നാളൊരു കാക്ക പറഞ്ഞ ഈ ഭാവിയിലാരെ ചീത്ത പറയാനേ ഈ ആൾക്കാർ ചേച്ചി കയറ്റിയെടുത്തിട്ട് ഞാനൊക്കെ ചീത്ത പറയുന്നില്ല. ഹമുക്കെന്ന് പറഞ്ഞാൽ വിദ്യയാണ്. ഇവൻ ചെയ്യണ പണി എന്താണെന്നറിയോ? ഇതങ്ങോട്ട് വലിച്ചു തീർന്നിട്ട്
ഇമാമിന്റെ വലത്തുഭാഗത്ത്, കാരണം വലിയ ആക്കായ ഇമാമിന്റെ വലത്തുഭാഗത്ത് മുസല്ലി ഫർദൽ മഗ്രിബി സലാസ റക്അത്തിന്റെ. നിങ്ങൾ ഏതെങ്കിലും തന്ത്രത്തിൽ നല്ല വാക്ക് പറഞ്ഞ് ഒച്ചപ്പാടിൽ ഇളെ ഉണ്ടാക്കണ്ട, നല്ല വാക്ക് എന്തെങ്കിലും പറഞ്ഞ് ഈ ശൈത്താനെ പള്ളിയിലേക്ക് വരുത്താതിരിക്കുക. നിങ്ങൾ അതിന് പറ്റിയാവോ? നിങ്ങൾക്ക് പള്ളിയിൽ വന്നില്ല എന്നോർത്ത് കുഴപ്പമില്ല. ഞാൻ ഇന്നാളൊരു സ്ഥാനത്ത് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞ നിങ്ങൾ വീട്ടിൽ ഇരിച്ചാൽ മതി, അതിന് കൂലി കൂടുതലാണെന്നും അങ്ങനെ ഒരു ഞാൻ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ ശൈത്താനെ പള്ളിയിൽ നിന്ന് മാറ്റണേ. എന്തിനാ? നിങ്ങളുടെ നിസ്കാരത്തിന് കൂലി കിട്ടാൻ. ഇവൻ സാമൂഹ്യ ദ്രോഹിയാ. ഇവൻ നിങ്ങളുടെ പള്ളിയിൽ കൈ കെട്ടിയപ്പോ നിങ്ങളുടെ മുഴുവൻ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെട്ടു പോയി. തങ്ങൾ പറഞ്ഞു, ഉള്ളി തിന്നവൻ എന്റെ പള്ളിയിൽ വരല്ലേ. ഉള്ളി തിന്നാ എന്താ കുഴപ്പം? ഇറങ്ങിപ്പോവില്ലേ? ഉള്ളിയുടെ ദുർഗന്ധം കൊണ്ട് പള്ളിയിൽ നിന്ന് മലക്കുകൾ മൊത്തം പുറപ്പെട്ടു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ പള്ളിയിൽ കയറുമ്പോഴേ ലൈലത്തുൽ ഖദറിന് നമ്മുടെ അടുത്ത് വരുന്ന മലക്കിന്റെ എണ്ണം നമുക്ക് കിട്ടിയില്ല. നമ്മൾ മസ്ജിദുൽ ഹറാമിലേക്ക് കയറുമ്പോൾ 1,00,000 മലക്കാണ് നമ്മുടെ കൂട്ടത്തിൽ കയറുന്നത്. എത്ര? 1,00,000. ജമാഅത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ കൂടെ 27 മലക്ക് കൂടും. ഈ 27 മലക്ക് നിങ്ങളുടെ ഒപ്പം നിസ്കരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ആ കൂലി ഹദിയ ചെയ്യും. അപ്പൊ ജമാഅത്തിന്റെ അല്ലാണ്ട് ചുമ്മാതെ നമുക്ക് ഈ കൂലി കിട്ടണേ. മലക്കുകൾ നമുക്ക് വേണ്ടി പണിയെടുക്കുന്നു, ആ നന്മ നമുക്ക് ഹദിയ ചെയ്യുന്നു. ഈ മലക്കുകൾ മൊത്തം പള്ളി വിട്ടു പോകുന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ മൊത്തം ജമാഅത്തിന്റെ കൂലിയും പോയി. ഇതാണ് ബീഡി വലിക്കണവൻ പള്ളി കയറിയാൽ എന്ന് പറഞ്ഞാൽ ഉള്ളിനേക്കാളും ദുർഗന്ധ ബീഡിക്ക്. അപ്പൊ വലിക്കണാക്കാൻ വയ്ക്കൂല, വേറെ കാക്കാരി എന്നെ വിചാരെ ഉള്ളിക്കാ ദുർഗന്ധം കൂടെ ബീഡിക്കല്ലാന്ന് പറയും. അത് വലിക്കാത്തവരുടെ അടുത്ത് നിന്നിട്ടൊന്ന് കാണിക്കണം. ചിലവന്മാര് കക്കൂശി കയറിയിട്ട് ഇറങ്ങിപ്പോയോണ്ടല്ലോ നമുക്ക് വിളിക്കിറങ്ങാൻ പറ്റില്ല. വീഡിയോ വലിക്കണ ഉള്ളി കയറുന്നിട്ടേ അതിന്റെ വിഷമം അറിയണമെങ്കിൽ ഇരിക്കണേലൊക്കെ എത്ര എണ്ണങ്ങൾ ബഹുമാനികളെ ഈ ദുർഗന്ധം സഹിച്ചുകൊണ്ട് കിടക്കേണ്ട. പടച്ചവന് ഓർത്താൻ പറയാ, ഈ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ദുശ്ശീലമുണ്ടെങ്കിൽ പടച്ചവനെ ലൈലത്തുൽ ഖദർ കിട്ടാൻ അല്ലാഹുവേ ഞാൻ ഈ ദുശ്ശീലത്തിനെ ഒഴിവാക്കാൻ ഈ സദസ്സിലിരുന്ന് പ്രതിജ്ഞ എടുത്തു റബ്ബേ ഒഴിവാക്കുക. വീഡിയോയിൽ ഞാനിത് വിശദീകരിക്കണില്ല, ഒഴിവാക്കുക. എന്റെ ഭാവിലാരെ എന്ത് 7ാമത്തെ വയസ്സിൽ വാപ്പ വലിച്ചിട്ട് കുറ്റി വലിച്ചാണ് ഞാൻ തുടങ്ങിയത്. 11ാമത്തെ വയസ്സിൽ ഞാൻ ബാപ്പാക്ക് കൊടുക്കും, ബാപ്പ എനിക്കും തരും. ഇപ്പൊ എനിക്ക് 62 വയസ്സായി ഭാവിലാരെ. ഈ 62 വയസ്സ് വരെ തുടർന്നു പോരുന്ന ഈ പരിപാടി എന്നോട് നിർത്താൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ ഭാവിലാരെ നിർത്തണത്? വലിയ പ്രശ്നമായല്ലോ. എന്നൊരു പണി ഇയാൾ നിർത്തണ്ട. നിങ്ങളോടല്ലാട്ടെ പറഞ്ഞേ, നിങ്ങൾ ബീഡി വലിക്കണവനോട് പോയി പറയേണ്ട വർത്താനേ പറയണേ. നിങ്ങൾ നിർത്തണ്ട. നിങ്ങൾ പടച്ചോനെ ഓർത്ത് പണിയാവോ? എന്തെന്നാ വായിലേരെ? റമദാൻ 1 മാസക്കാലം മഗ്രിബ് ബാങ്ക് വിളിച്ചത് മുതൽ സുബ്ഹി ബാങ്ക് വിളിക്കുന്നത് വരെ നിങ്ങളുടെ താമസം ആ കമ്പനിയിലേക്കോ ഓഫീസിലേക്കോ ചായക്കടയിലേക്കോ ഒന്ന് മാറ്റി. വലിയ നിർത്തണ്ട. എന്തിനാ? നിന്റെ ഭാര്യയ്ക്ക് ലൈലത്തുൽ ഖദർ കിട്ടാൻ, നിന്റെ ഉമ്മാക്കും ബാപ്പാക്കും ലൈലത്തുൽ ഖദർ കിട്ടാൻ, നിന്റെ മക്കൾക്ക് ലൈലത്തുൽ ഖദർ കിട്ടാൻ, റമദാൻ മാസത്തിലെ നോമ്പിന്റെ കൂലി കിട്ടാൻ നീ 1 മാസക്കാലം ചായക്കടയിലേക്ക് താമസം മാറ്റി. എന്റെ പാവിലേരെ എന്തേ? ഞാനിവിടുത്തെ ഒരു മാന്യനായ കുടുംബക്കാരനാണ്. വൈകുന്നേരം ആകുമ്പോ പായും തലങ്ങനെ എടുത്തോണ്ട് പോകുമ്പോ കാക്കാമാര് ഉണ്ടോ പെണ്ണുമ്പള്ള വലിയവർക്കിട്ട് പോണുണ്ടോ ചായക്കടയിൽ കിടക്കാൻ? ഒരു നാണക്കേടാണല്ലോ വാവിലേറെ. എന്നാ വേണ്ട. എന്നാ ഞാൻ അടുത്ത ഒരു ഡിമാൻഡ് വെക്കുക. നിങ്ങൾക്ക് നിർത്താൻ പറ്റൂല്ലോ? ഇല്ല. ചായക്കടയിൽ പോയി കിടക്കാൻ പറ്റൂല്ലോ? ഇല്ല. എന്നാ 3ാമത്തെ അപേക്ഷ നിങ്ങളോട് ഞാൻ വെക്കുന്നു. പടച്ചവനെ ഓർത്ത് നിങ്ങൾ വീട്ടിൽ കിടന്നോ? മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചത് മുതൽ സുബ്ഹിയുടെ ബാങ്ക് വിളിക്കുന്നത് വരെ വീടി വലിക്കാതിരിക്കുക. സുബ്ഹി മുതല് വൈകുന്നേരം മഗ്രിബ് വരെ പകൽ അന്തസ്സായിട്ട് വലിക്കുക. പകലല്ല റമദാനിന്റെ പവിത്രത, റമദാനിന്റെ പവിത്രത രാത്രിയാണ്. പകലല്ല ജിബ്രീലും പാർട്ടിയും വന്നത്, ജിബ്രീലും പാർട്ടിയും വന്നത് രാത്രിയാണ്. അതുകൊണ്ട് സുബ്ഹി ബാങ്ക് വിളിച്ചത് മുതൽ മഗ്രിബ് ബാങ്ക് വിളിക്കുന്നത് വരെ പരസ്യമായിട്ട് വലിച്ചോ. എന്റെ ഭാവിയില്ലേ ഞാൻ ഇങ്ങനെ വലിച്ചോണ്ട് നടക്കുമ്പോ നോമ്പാന്നറിയാൻ പാടില്ലേ? അപ്പൊ ബീഡി കത്തിക്കുന്നതിന് മുമ്പ്
ഇവിടെ കമ്മിറ്റിക്കാരോട് ഈ ഹുസൈൻ്റെ ഉസ്മാൻ്റെ കയ്യിലൊക്കെ നമ്പറുണ്ട്. എൻ്റെ നമ്പർ മേടിച്ച് കുറിച്ച് പോക്കറ്റിൽ വെക്കണം. എന്നിട്ടാണ് ഷർട്ടിന് തീ കൊടുക്കാവുള്ളൂ. വലിച്ചോണ്ട് ഇങ്ങനെ പോകുമ്പോ ഇയാള് മെറ്റേ ഈ നമ്പറിൽ ഇയാൾ വിളിച്ചോ, എന്നോട് ബീഡിയും സിഗരറ്റും വലിച്ചോളാൻ ഈ നമ്പർ ആരെന്നറിയോ? അങ്കമാലി ബാബ മുസ്ലിയാരാണ്. അയാൾ എന്നോട് വലിച്ചോളാൻ വ്യക്തമായ നിയമപ്രകാരം എന്നോട് വലിച്ചോളാൻ അനുവാദം തന്നിട്ടാണ് ഞാൻ വലിക്കണം. നിങ്ങൾ വിളിച്ചോ, ബാബ മുസ്ലിയാർക്ക് വിളിച്ചോ, ഈ നമ്പർ വേണ്ടി എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചോ. അതൊക്കെ സൗകര്യപ്പെടുത്തിയിട്ടേ തീ കൊടുക്കാവുള്ളൂ. അയാൾ വിളിച്ചോട്ട്, ഞാൻ അയാൾക്ക് തക്ക മറുപടി കൊടുത്തോളാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ പകല് വലിക്കണതിന്റെ പേരിൽ വല്ല ശിക്ഷയും അള്ളാഹു തആല തരുവാണ്, ഞാനാണല്ലോ നിങ്ങളെ കൊണ്ട് വലിപ്പിക്കുന്നത്, അതിന്റെ ശിക്ഷ ഞാൻ ഏറ്റോളാം. ഇത്രയും ആൾക്കാരെ സാക്ഷ്യപ്പെടുത്തില്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പടച്ചവനോർത്ത് രാത്രി വലിക്കാതിരിക്കുക, പകല് വലിക്കുക. ബഹുമാനികളെ, ഈ 4 ദുസ്വഭാവം അകറ്റി റമദാനിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ, അങ്ങനെ ഒരുങ്ങാൻ തയ്യാറില്ലെങ്കിൽ, നിങ്ങൾ പടച്ചവനോടുത്ത് റമദാനുമായി ബന്ധപ്പെട്ടുള്ള ഒരു നന്മയ്ക്കും ഒരുങ്ങണ്ട എന്ന് നിങ്ങളോടും എൻ്റെ നഫ്സിനോടും ഞാൻ ഉപദേശിച്ചുകൊണ്ട് എൻ്റെ വർത്താനം ഞാനിവിടെ അവസാനിപ്പിക്കാൻ. ഇനി ജീവിക്കുന്ന കാലം നിനക്ക് പൊരുത്തമില്ലാത്തൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വരാതെ കാക്കണേ അല്ലാ. കണ്ണുകൊണ്ട് ഹറാമ് കാണാതെ, കാതുകൊണ്ട് ഹറാമ് കേൾക്കാതെ, കൈകൊണ്ട് ഹറാമ് പിടിക്കാതെ, നാളെ ഞങ്ങളുടെ അവയവങ്ങൾ ഞങ്ങൾക്ക് എതിരായിട്ട് സാക്ഷിയാക്കാതെ അല്ലാഹുവേ നീ ഞങ്ങളെയൊക്കെ കാക്കണേ പടച്ചോമ്പുരാനെ. ജീവിക്കുന്ന കാലം ഇരുന്ന് നിറങ്ങാനോ തപ്പിത്തടയാനോ ആംഗ്യം കാണിക്കാനോ ഇടവരുത്തല്ലേ അല്ലാ. റഹ്മാനായ റബ്ബേ, മാരകമായ ഭീകരമായ ജനങ്ങൾ അറക്കുകയും വെറുക്കുകയും ചെയ്യുന്ന രോഗങ്ങളെ കൊണ്ടൊന്നും പടച്ചവനെ നീ ഞങ്ങളെ ആരെയും പരീക്ഷിക്കല്ലേ റബ്ബേ. പലരും ഇരിക്കുന്ന ഒരു രോഗികളാ പടച്ചവനെ, ഈ ഇരിക്കുന്ന പലരും രോഗികളാ. അല്ലാഹുവേ നീ ഷാഫിയ കാഫിയ. ഈ നട്ടപ്പാതിരാക്ക് വരെ ഇവിടെ വന്നിരുന്നതിന്റെ പവർ കൊണ്ട് അല്ലാഹുവേ നിങ്ങളുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാൻ. അവിടെ ഇരിക്കുന്നവരും അങ്ങനെ തന്നെ, ഇതിനേക്കാളും കൂടുതൽ രോഗമുള്ളത് അപ്പുറം. 4, 3, 4, 5 പെറ്റതാണെങ്കിൽ പറയുകയും വേണ്ട. നടുവേദന, പുറം വേദന, കാല് മടങ്ങൂല, ഉപ്പൂറ്റി വേദന, എന്തെല്ലാം വേദനയാണെങ്കിലും രാത്രി ആകെ ഉറങ്ങിയില്ലെങ്കിലും നൊളോളിച്ചോണ്ടാ കിടന്നെങ്കിലും 4 മണിക്ക് എണിച്ച് അടുക്കളയിലേക്ക് കയറും. പടച്ചവനെ, എൻ്റെ പൊന്നു മക്കളും, എൻ്റെ ഭർത്താവ്, എൻ്റെ വാപ്പിച്ച്, എൻ്റെ ഉമ്മച്ചി, ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന ആ പാവങ്ങൾക്കൊക്കെ പടച്ചോമ്പരാനെ അതുങ്ങളുടെ നന്മയിൽ വല്ല കുറവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ അധ്വാനത്തിന്റെ ഫലം നീ നൽകിക്കൊണ്ടത് പരിഹരിക്കണേ പടച്ചോമ്പരാനെ. അല്ലാഹുവേ അതുങ്ങൾക്കൊക്കെ നീ ശിവ കൊടുക്കണേ തമ്പുരാനെ. റബ്ബുൽ അദീമായ നാഥ, ജീവിക്കുന്ന കാലം നിനക്ക് സുജൂദ് ചെയ്യാനുള്ള ഭാഗ്യം താട്ടെ അല്ലാ. ഞങ്ങളുടെയൊക്കെ ഇൽമിനെ നാഫിയാക്കുകയും അധികരിപ്പിക്കുകയും ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളും സാലിഹത്തുകളും ആലിമീങ്ങളും ആലിമത്തുകളും ആക്കണേ അല്ലാ. പരീക്ഷ എഴുതിയ മക്കളുണ്ട് പടച്ചോമ്പരാനെ, ഒന്നും പരാജയപ്പെട്ടു എന്ന് കേൾക്കാൻ ഇടവരുത്തല്ലേ അല്ലാ. റഹ്മാനായ പടച്ചവനെ, വിവാഹപ്രായത്തെ മക്കളുണ്ടല്ലാ, ഹൈറായ ഇണകളെ എത്തിച്ചാട്ടെ അല്ലാ. പടച്ച റബ്ബേ, വയറും താങ്ങി പിടിച്ചിരിക്കുന്ന പെൺപിള്ളേരും വന്നിരിപ്പുണ്ട് പടച്ചവനെ. റഹ്മാനായ അല്ലാഹുവേ, ഈ മഹാപാപിയുടെ വീട്ടിലും 2 പെൺകുട്ടികൾ ഗർഭവതികളാണ്. അല്ലാ കീറാനും മുറിക്കാനും ഇടവരുത്തല്ലേ പടച്ചവനെ. 7-ാം മാസത്തിൽ പ്രസവിച്ചു, അല്ലെങ്കിൽ 8-ാം മാസത്തിൽ പ്രസവിച്ചു, കൊച്ച ഐസിയിൽ ആ തള്ളേനെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊന്നും കേൾക്കാൻ ഇടവരുത്തല്ലേ അല്ലാ. പടച്ചവനെ, ഒരു വൈകല്യങ്ങളും ഇല്ലാത്ത എളുപ്പമായ പ്രസവത്തിലൂടെ ആര് കണ്ടാലും വാരിയെടുത്ത് മുത്തം കൊടുക്കുന്ന അഴകുള്ള കുഞ്ഞുങ്ങളെ പടച്ചവനെ ഈ മജ്ലിസിൽ പങ്കെടുത്ത, അതുപോലെ തന്നെ ഞങ്ങളുടെ വീടുകളിലുള്ള മുഴുവൻ ഗർഭവതികൾക്കും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റഹ്മാനായ പടച്ചവനെ, വിവാഹപ്രായത്തെ എത്ര പെൺകുട്ടികൾ ഈ മജ്ലിസിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നതിന്റെ ബർക്കത്തുണ്ട് ഒരു പുക പോലും വലിക്കാത്ത ഇണയുമായി അല്ലാഹുവേ നിക്കാഹ് എളുപ്പാക്കി കൊടുക്കണേ പടച്ചോമ്പുരാനെ. റഹ്മാനായ അല്ലാഹ്, അന്ത്യശ്വാസം മരിക്കുമ്പോൾ 1 രൂപ പോലും കടബാധ്യതയായിട്ട് മരിക്കാനിട വരുത്തല്ലേ പടച്ചവനെ. കള്ള കേസിലൊന്നും ഞങ്ങളെ കൊടുക്കല്ലേ അല്ലാ. ഞങ്ങളെയോ ഞങ്ങളുടെ വാഹനങ്ങളെയോ അപകടത്തിൽപ്പെടുത്തല്ലേ പടച്ചവനെ. മോൻ ഓടിച്ചോണ്ട് പോയ വണ്ടി ആളെ ഇടിച്ചിട്ടു, വന്നവരെല്ലാം മോനെ ഇടിച്ച് ചമ്മന്തിയാക്കി പോലീസ് വാരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയേക്കുവാണ്. അല്ലാഹുവേ, അങ്ങനെയുള്ള വാർത്തയൊന്നും കേൾക്കാനിട വരുത്തല്ലേ അല്ലാ. മോർച്ചറിയില മയ്യത്തെന്ന് പറയേണ്ട മൗത്തിനെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ അല്ലാ. റഹ്മാനായ അല്ലാ, ഫലസ്തീനിലെ നെതന്യാഹു എന്ന് പറഞ്ഞ ഫിർഔൻ വീണ്ടും അധികാരത്തിലേക്ക് വരികയാണെന്ന സൂചന. അല്ലാഹുവേ നീ കാക്കണേ പടച്ചോമ്പരാനെ. ഫലസ്തീനികളെ ജനിച്ച മണ്ണിൽ ജീവിക്കാൻ പോരടിക്കുന്നവരെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. റോഹിംഗ്യ മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന മ്യാൻമർ ഭരണകൂടത്തിന് ലോകത്തിന് മാതൃകയായി നീ ശിക്ഷിക്കണേ പടച്ചോമ്പരാനെ. റബ്ബുൽ അദീമായ നാഥ, ലോകമെമ്പാടും പെടഞ്ഞു മരിക്കുന്ന, കത്തിച്ചാമ്പലാകുന്ന, ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടുന്ന
ഈ സമുദായത്തിന്റെ അംഗങ്ങൾക്ക് ശുഹദാക്കളുടെ പദവി നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റഹ്മാനായ അല്ലാഹ് ഞങ്ങളുടെയൊക്കെ മൗത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഒന്നും ജനാസ പ്രദർശന വസ്തുവാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ പൊന്നോമനകളെ കൊണ്ട് ഞങ്ങളുടെ മയ്യത്ത് പരിപാലിപ്പിക്കണേ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കാണാൻ, ഞങ്ങളുടെ പേരക്കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കാണാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് വിധി തരല്ലേ പടച്ചവനെ. പൊന്നുമോന്റെ മയ്യത്തെടുക്കാൻ കഴിയൂല അല്ലാഹ്, പൊന്നുമോക്കളുടെ മയ്യത്ത് കാണാൻ കഴിയില്ല പടച്ചവനെ. അതുപോലുള്ള പരീക്ഷണങ്ങളിൽ അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. റബ്ബുൽ അദീമായ നാഥ, ഞങ്ങൾ മൗത്തായി പോയ ഞങ്ങളുടെ പലരുടെയും വാപ്പാമാരും ഉമ്മാമാരും, ഈ മഹാഭാവിയുടെ വാപ്പായും എൻ്റെ ഭാര്യയുടെ വാപ്പായും ഒക്കെ കബറാളികളാണ് പടച്ചവനെ. ഞങ്ങൾ മൗത്തായി പോയ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ഖബറുകളെ നീ വിശാലാക്കണേ റബ്ബേ.